നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മാത്സിലുള്ളൊരു മാത്സിൽ തന്നെ എല്ലാ ചാപ്റ്ററുടെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിലും അതിലുള്ളൊരു ചാപ്റ്ററാണ് എന്ത് സെറ്റ്. അപ്പൊ സെറ്റ് തിയറിയാണ് നമ്മൾ എന്ത് ചെയ്യണേ സ്റ്റാർട്ട് ചെയ്യണം. എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടില്ല. സെറ്റ് തിയറി അപ്പൊ എന്താണ് സെറ്റ് തിയറി എന്നുള്ളതാണ്. അപ്പൊ സെറ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വാക്കിൽ തന്നെ ഒരു മീനിങ് ഉണ്ടല്ലേ, സെറ്റ് ആവുക. സെറ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താ? ഞാനും സിജോനും, സിജോ അല്ല എബിനും, സിജോന്റെ അതേ ചായ ഞങ്ങൾ 3 പേരും ഒരേ ചായ, ഞാനും എബിനും എന്താ ഒരു സെറ്റാന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എന്താ? ഞാനും എബിനും ഒരു സെറ്റാണ്. ഇതിന്റെ അർത്ഥം എന്താ? എന്തൊരു രഞ്ജീന അല്ല, സോറി ആഞ്ചലീന. ആഞ്ചലീന എന്താ അതിന്റെ അർത്ഥം? കൂടിച്ചേരാണ് അല്ലേ? വേറെ നിനക്ക് എന്താ തോന്നുന്നത്? സോണി അല്ലേ? അച്ഛന്റെ പേരാ സോണി അല്ലേ? അമ്മയുടെ പേരാണ് സോണി. ടീന. ഓക്കെ. വാട്സപ്പില് സോണി പറയാൻ തോന്നേ ഫ്രണ്ട്സ് ആവാണ്. ഫ്രണ്ട്സ് ആവാണ്. എന്നിട്ട് ഭാഗം പറയും കൂട്ടുകാരാവാണ്. അനിവ എല്ലാം അങ്ങനെ ഇരിക്കും. വ്യത്യാസമായിട്ട് പറയൂ. കൂട്ടാവും. ഞാനൊരു സെറ്റാണ്. അത് പല കാര്യങ്ങളിലാവാം. എന്താ വേറൊരു വാക്ക് ഏതാ? ഗ്രൂപ്പ് ആവാം. ഒരേപോലെ അല്ലേ? വെരി ഗുഡ്. അപ്പൊ അത് വെരി ഗുഡ് എന്ന് പറഞ്ഞ പാട് അന്ന് ഇതിന് പഠിക്കാം. വേറെ പറഞ്ഞോ? എന്തായിരിക്കും? ഒരേ ടീം. ഒരേ ടീം ആവാം. ഒരു ഇതിലേക്ക് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. പെയർ ആവാം, ഫ്രണ്ട്സ് ആവാം, ഒരുമിച്ച്. ഗ്രൂപ്പ് അല്ലെ? നിനക്ക് എന്താ തോന്നുന്നത്? ഫ്രണ്ട്സ് ആവാം. നിങ്ങളെല്ലാവരും പറഞ്ഞത് തന്നെയാണ്, ശരി തന്നെയാണ്, തെറ്റൊന്നല്ല. അതിൽ ചില ആളുകൾ പറഞ്ഞത് ഒന്നുകൂടെ നല്ല ശരികളാണ്. അപ്പൊ അവിടുന്ന് പറഞ്ഞു ഒരുപോലെ. ഇവിടെ പറഞ്ഞെന്താ? ഒരു ഇതിലേക്ക് അല്ലെ? ഒരു ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ സെറ്റ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇവരും ഷെയർ ചെയ്യണ ഒരു കോമൺ ആയിട്ടുള്ള എന്തുണ്ട്? ഒരു കാര്യം ഉണ്ടാവും അല്ലെ? ശരിയല്ലേ? എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്താ ഉണ്ടാവുക? സെറ്റ് ആയിട്ടുണ്ടാവുക. ശരിയല്ലേ? ആണോ? അതെ. ഇപ്പൊ ഉദാഹരണത്തിന് ചിലപ്പോ എബിൻ മോഹൻലാലിന്റെ ഫാൻ ആയിരിക്കാം, ഞാനും എന്താണ് മോഹൻലാലിന്റെ ഫാൻ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞങ്ങൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടാവുക? സെറ്റാന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ശരിയല്ല? അവന് ബിരിയാണി എനിക്ക് ഇഷ്ടം, എനിക്കും ബിരിയാണി എനിക്ക് ഇഷ്ടം. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞങ്ങൾ എന്ത് സെറ്റ് ആവാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങളെ ഒരു സെറ്റ് ആക്കണ ഒരു എന്തുണ്ട്? ഒരു ഡെഫിനിഷൻ ഉണ്ട് ഇല്ലേ? ഞങ്ങളെ സെറ്റ് ആക്കണ ഒരു എന്തുണ്ടാവും? ഡെഫിനിഷൻ ഉണ്ടാവും. കറക്റ്റ് അല്ലേ പറഞ്ഞു? അപ്പൊ ആ ഒരു ഡെഫിനിഷൻ അപ്പൊ അത് എനിക്കും ബാധകമായിരിക്കും. പറയൂ. എനിക്കും ബാധകമായിരിക്കും, അവനും ബാധകമായിരിക്കും. നമ്മളെല്ലാവരും കൂടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഞാൻ ഇവനും ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു, നിങ്ങളെല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പൊ നമ്മൾ എന്താ പറയാ? നിങ്ങൾ എന്ത് പറയും? ഇവനും മാഷും എന്താ സെറ്റാട്ടാ അങ്ങനെ പറഞ്ഞൂടെ? പറ്റുമോ? പറ്റും. എന്തുകൊണ്ടാ? ഞാനും അവനും എന്താ ഓർഡർ ചെയ്താണ്? ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തതാണ്. ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവർ വേറൊരു പറയുന്നു. ബാക്കിയുള്ളവർ വേറൊരു എന്താ? വേറൊരു സെറ്റ്. കാരണം എന്താ? ഞങ്ങൾ ഡിഫൈൻ ചെയ്യണ ഒരു ഡെഫിനിഷൻ ഉള്ള പോലെ നിങ്ങൾ ഡിഫൈൻ ചെയ്യണ ഒരു ഡെഫിനിഷനും ഉണ്ട്. ഞാൻ പറയുകയാണ് ബിരിയാണി ഓർഡർ ചെയ്ത് റേറ്റിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവന് ഒഴിച്ച് വായിക്കില്ല റേറ്റിക്കില്ലേ ഉണ്ടാവും. നിങ്ങളെല്ലാവരെയും ഡിഫൈൻ ചെയ്യണ ഒരു ഡെഫിനിഷൻ അവിടെ വന്നിട്ടുണ്ട് അല്ലേ? ക്ലിയർ? ഇനി ഞാൻ ചുമ്മാ ചോദിക്കാം അല്ലെ, ഈ എന്താണ് ഫാൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിജയുടെ ഫാൻസ് ആരൊക്കെയാണ്? കൈബന്ധിച്ച് നോക്കട്ടെ. വിജയ്ക്ക് ഫാൻസ് ഇല്ലേ? ഇവിടെ വരാൻ വഴിയില്ല ഇല്ലേ? ആരെങ്കിലും കൈബന്ധിക്ക് നോക്കാം. വിജയ്ക്ക് ഫാൻസ് 0 ആണ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും പറഞ്ഞു കേട്ടോ. മാഷിനെ ഇഷ്ടമല്ലാത്ത ആരാന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? കൈബന്ധിക്ക് ഇഷ്ടമില്ലേ? മനസ്സിലായാലും പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ വിജയനെ ഇഷ്ടം ആരുമില്ല, ഇഷ്ടല്ല, ഫാൻസ് എന്നുള്ള മൂഡില്ല. ശരി, അങ്ങനെയായിട്ടല്ലോ. സൂര്യ ടീമുണ്ടോ? സൂര്യയുടെ ആൾക്കാരുണ്ടോ? കൈബന്ധി ചെയ്യാൻ നാണായിട്ട പിള്ളേർക്ക്. കുറച്ച് കഴിയുമ്പോ ഈ നാളുണ്ടാവില്ലേ? കുറച്ച് കഴിയുമ്പോ മൂക്കല്ല. അത് അറിയാം. സൂര്യ ഇല്ല. മോഹൻലാലിന്റെ ടീമുണ്ടോ? ആരാ? സൂര്യയുടെ ഫാനാണ്. മോഹൻലാലിന്റെ ആൾക്കാരുണ്ടോ? നോട്ടെ. പിള്ളേർക്ക് നന്നായി. അത് പേടിയായിട്ടോ. മമ്മൂട്ടിയുടെ ആൾക്കാർ കുറച്ച് ശരിക്കും ഒന്നിച്ചേ. മോഹൻലാലിന്റെ ആൾക്കാരില്ലേ? മമ്മൂട്ടിക്ക് ആൾക്കാരുണ്ടല്ലേ? 1 2 3 4 5 പേര് മമ്മൂട്ടിക്ക് ഉണ്ട്. മോഹൻലാലിന് ആരുമില്ല.
ശരിക്കും ശരിക്കും ഇഷ്ടമുള്ള ആൾക്കാർ ആരുമില്ല ഫാൻ എന്നുള്ള ഒരു ബേസിലില്ല. ഇല്ല, ശരിക്കും ഇല്ല. അത് മാഷിനെ പേടിച്ചിട്ട് നിർബന്ധിക്കാത്ത അല്ല. മോഹൻലാലിന് താല്പര്യമില്ല അങ്ങനെ ആണോ? ഇല്ല. വിഷു മോഹൻലാൽ എന്താ പറ്റിയത്? പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോ മോഹൻലാലിന് വേണ്ടിയിട്ടാണ് എന്ത് കിട്ടിയിട്ടുണ്ടാക്കാറ്. തിരിഞ്ഞു വന്നത്. അപ്പൊ മമ്മൂട്ടിയുടെ ഫാൻസ് കുറച്ച് പേര് നിർബന്ധിച്ചു അല്ലെ? ആരുടെ ഫാൻ അല്ല അത് നിർബന്ധിച്ചേ? ഇനി അങ്ങനെ ഒരു ഡൗട്ട്. ആരുടെ ഫാൻ അല്ല. അപ്പൊ അവിടെ ഒരു സെറ്റ് വന്നു. ഈ ബാക്കിയുള്ളവർ ആരുടെ ഫാനാണ്? ആരുടെ ഫാനാണ്? അപ്പൊ കൈബന്ധിക്കണ്ടേ? നേരത്തെ പറഞ്ഞില്ല ആരുടെ ഫാൻ അല്ലാതെ കൈബന്ധിക്കും. ഒന്നുകൂടെ ചോദിക്കാം, ആരുടെ ഫാൻ അല്ലാതെ കൈബന്ധിച്ച്? 1 2 3 4 5 6. നീ ആരുടെ ഫാൻ? അപ്പൊ അറിയാൻ വേണ്ടിട്ടാ. മമ്മൂട്ടി എവിടെ കൈബന്ധിച്ചിട്ടില്ല? പക്ഷെ എന്താ പേടിയായിട്ട് പാട്ട് കുട്ടികൾക്ക്. അവിടെയാ ദുൽഖർ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അല്ലെ? അത് ശരി. പിന്നെ ആരാ? പ്രണവ് മോഹൻലാൽ ഉണ്ട് തോന്നുന്നു അല്ലെ? പിന്നെ ആരാ? അല്ലു അർജുൻ. അവിടെയാ മമ്മൂട്ടി. മമ്മൂട്ടിയാണ്. അവിടെ പറഞ്ഞു. ഓക്കെ. ആരുടെ ഫാനാ? മമ്മൂട്ടി പറഞ്ഞു. അവിടെ പറഞ്ഞു. സൂര്യ പറഞ്ഞു. ആരാ? നസ്ലിൻ. ഓക്കെ. ആരും താല്പര്യമില്ല. പറഞ്ഞു. ദിലീപ്. മമ്മൂട്ടി. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മമ്മൂട്ടിയുടെ താല്പര്യമുള്ളവർ കൈബന്ധിച്ചപ്പോ ഒന്നുകൂടെ ഇതെന്താണ്? ഇതൊരു പറഞ്ഞൊന്ന് ഇതൊരു സെറ്റ്. കുഴപ്പമില്ലല്ലോ. സൂര്യന്റെ താല്പര്യമുള്ളവർ കൈബന്ധിച്ച് മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ അതൊരു രണ്ടാൾക്കാർ വേണമെന്നുണ്ടോ? ഇല്ല, ഒരാളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തെന്നെ അവരൊരു സെറ്റ് അല്ലെ? ദുൽഖറിന് താല്പര്യമുള്ളവർ കൈബന്ധിച്ച് ഒരാൾ അല്ലെ? അപ്പൊ അതും എന്താ? ഒരു സെറ്റ്. അപ്പൊ അങ്ങനെ സെറ്റ് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ആ സെറ്റിലുള്ളവർക്കൊക്കെ കോമൺ ആയിട്ട് എന്തുണ്ടാവും? കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഉണ്ടാവും. കോമൺ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടാവും അല്ലെ? ഇപ്പൊ മമ്മൂട്ടിയുടെ ആൾക്കാരുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ആരാണ് ഇഷ്ടമാണ്? ഒന്ന് നമുക്ക് പറയടാ. മമ്മൂട്ടീനെ ഇഷ്ടമാണ്. ശരിയല്ലേ? ഇനി ഈ ക്ലാസ് റൂമിലുള്ള പെൺകുട്ടികൾ ആരൊക്കെയാണ്? ഒന്ന് കൈബന്ധിച്ച്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതൊരു സെറ്റ്. എതിർപ്പല്ലോ. ക്ലാസ് റൂമിലുള്ള ആൺകുട്ടികൾ കൈബന്ധിച്ച്. അപ്പൊ ഇത് വേറൊരു സെറ്റ്. അപ്പൊ കോമൺ ആയിട്ടുള്ളൊരു കണക്ഷൻ ഇല്ലേ? നിങ്ങൾ എല്ലാവരും എന്താണ്? പെൺകുട്ടികളാണ്. നിങ്ങളൊക്കെ എന്താണ്? ആൺകുട്ടികളാണ്. സോ ദർ ഈസ് എ കോമൺ ഡെഫിനിഷൻ. അതിൽ വരുന്ന ആ സെറ്റിൽ വരുന്ന എല്ലാ ആളുകൾക്കും എല്ലാ പോയിന്റുകൾക്കും എന്തുണ്ട്? ഒരു കോമൺ ഡെഫിനിഷൻ ഉണ്ട്. ശരിയല്ലേ? കറക്റ്റ് ആണോ? ഇനി ഒരോടെ നോക്കാം. ഈ ട്യൂഷൻ ക്ലാസ്സിന്റെ അപ്പുറത്തെ സൈഡ് എന്ന് കൈബന്ധിച്ച്. അപ്പുറത്തെ സൈഡ് എന്ന് വെച്ചാൽ മനസ്സിലായില്ല. ബസ് ഇറങ്ങിയിട്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവര്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരും ഉണ്ടാവില്ല. അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞൊരു കൈബന്ധിച്ച്. അപ്പൊ ഒരാളുള്ളോ? ഒരാൾ. അപ്പൊ അതെന്താ? അതൊരു സെറ്റ്. ഇത് ഇപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞ കൈബന്ധിച്ച്. ബാക്കിയുള്ളവരൊക്കെ വണ്ടിയൊക്കെ പോകണമെന്നൊക്കെയാണ്. എന്തുവാണ്? ഒന്നുകൂടെ ചോദിക്കാൻ മാഷ്. ട്യൂഷൻ സെന്റർ എവിടെയല്ലേ പറഞ്ഞേ? നിങ്ങൾ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന ഒരു കൈബന്ധിക്കാൻ ഒരാളുള്ളോ? ശരി. അത് ഭയങ്കര തമാശ ഇരിക്കട്ടോ. അപ്പുറത്ത് സൈഡിൽ നിന്ന് വരുന്നവരായിരിക്കുക. അപ്പൊ 2 3 4 5 ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ ഇവിടുന്ന് വരണം. ഒന്നല്ലെങ്കിൽ ഇവിടുന്ന് വരാം, അല്ലെങ്കിൽ ഇവിടുന്ന് വരാം. നേരെ വരാമല്ലേ? അപ്പൊ നേരെ വന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ടല്ലേ വരിക അല്ലേ? അങ്ങനെ ഉദ്ദേശിച്ച മാഷ്. അത് നല്ലൊരു ഐഡിയ ആണ്. അന്ന് ബാക്ക് എന്ന് പറഞ്ഞ ഓട്ടോ സൈഡ് അവിടെ നിന്ന് ആരുമില്ല. അവിടെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞവരാ? ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞൊരു കുറെ പേര്. കൂടുതൽ പേര് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്താ? ഓരോ സെറ്റുകളാണ് അല്ലെ? ഇതൊക്കെ എന്താണ്? ഓരോ സെറ്റുകളാണ്. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്താ? സെറ്റിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്കൊക്കെ കോമൺ ആയിട്ടുള്ള എന്തുണ്ടാവും? ഒരു ഡെഫിനിഷൻ ഉണ്ടാവും. There is a common definition for all the points അല്ലെങ്കിൽ persons in the set. മനസ്സിലാവുണ്ടോ പറയുന്നത്? അതിനെയാണ് എന്ന് പറയുന്നത് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെറ്റിന്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറഞ്ഞുണ്ടാക്കാം? സെറ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുന്നത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ. അപ്പൊ സെറ്റിന്റെ ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? വെൽ ഡിഫൈൻഡ്. ഡിഫൈൻഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിർവചിക്കുക. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സെറ്റ്. സെറ്റ് മതി കേട്ടോ, സെറ്റ്സിന് വേണ്ട. സെറ്റ്. ഒരു സെറ്റിന് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്.
ഒബ്ജക്ട്സിന്റെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ വിളിക്കുന്ന പേരാണ് എന്ത്? സെറ്റ്. ക്ലിയർ? ഞാൻ ഇത് കുറച്ചുകൂടി ക്ലാരിറ്റി വരാനായിട്ട് ഞാൻ ഇവിടെ ചോദിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 10 നല്ല നടന്മാരുടെ പേര്. 10 വേണ്ട, 3 മതി. എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ നല്ല 3 നടന്മാരുടെ പേര് എന്ന് പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ഉണ്ടാക്കുകയാണ് അല്ലേ ജസ്റ്റിൻ? അപ്പൊ ഒന്ന് പറയും ജസ്റ്റിൻ, ഏതൊക്കെ ആയിരിക്കും അത്? 3 പേര് പറഞ്ഞോളൂ. ഇന്ത്യയിലെ ഏറ്റവും നല്ല നടന്മാരുടെ 3 നടന്മാരുടെ ലിസ്റ്റ് പറഞ്ഞോളൂ. ഷാരൂഖ് ഖാൻ, വെരി ഗുഡ്. അമീർ ഖാൻ, മൊത്തം പറയണം. ഋതിക് റോഷൻ, 3 പേര് പറഞ്ഞു അല്ലെ? അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറഞ്ഞു. അപ്പൊ ഇതൊരു സെറ്റാണ് അല്ലെ? ഇത് സെറ്റ് ആവോ ഇല്ല എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോ എന്താ നമ്മൾ പറഞ്ഞു വെച്ചാണ്? ഇന്ത്യയിലെ ഏറ്റവും നല്ല ഏറ്റവും നല്ല 3 നടന്മാരുടെ പേര്. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. കറക്റ്റല്ലേ? ഇനി ഞാൻ വേറെ ആളോട് ചോദിക്കുകയാണ്. ആദ്യത്തിലൊന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല 3 നടന്മാരുടെ പേര് നിനക്ക് എന്താ തോന്നണേ? അറിയില്ല. അറിയുന്ന നടന്മാരെ വെച്ചിട്ട് പറയില്ല. ഇവ പറഞ്ഞത് അറിയുന്ന ആൾക്കാരെ വെച്ചിട്ടില്ല പറയാൻ പറ്റുള്ളൂ. ധൈര്യമായിട്ട് പറഞ്ഞു. പേരെന്താ പറഞ്ഞൂടാ? അന്ന് വേറെ ആള് പറഞ്ഞേ. ആൽബർട്ട് സജി പറഞ്ഞേ. സിനിമ കാണാറില്ലേ? ഇവിടെ 3 നടന്മാരുടെ പേര് ആരാ? ടൈഗർ ഷെറഫ്, മറ്റേ അബ്ബാസിൽ. പിന്നെ ഋതിക് റോഷൻ, സൽമാൻ ഖാൻ. ഓക്കെ, പെൺകുട്ടികളുടെ അടുത്ത് ഒരാൾ ചോദിക്കാം. ഇവിടെ പറഞ്ഞേ. നവീനെ പറഞ്ഞേ. നവീന ഉള്ളതാണ്. സോറി, പേരാണ് മാറിപ്പോയി. പേര് പറഞ്ഞു. പ്രവീണ. പ്രവീണ പറഞ്ഞേ. പ്രവീണ. മമ്മൂട്ടി, മോഹൻലാല്, ഈ കുറച്ച് പുറത്തുനിന്ന് പറയണല്ലോ അല്ലെ? ഒരു വെയിറ്റ് അതാണോ? പറയൂ വേഗം പറയ്. പൃഥ്വിരാജ്. 3 പേര് പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഇങ്ങനെ ഇവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഇവിടുത്തെ ചോദിക്കുകയാണ്. ആദ്യത്തെ 3 ഇരട്ട സംഖ്യകൾ എന്ന് ചോദിച്ചു. ആദ്യത്തെ 3 ഇരട്ട സംഖ്യകൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഈവൺ നമ്പേഴ്സ്. ഓക്കെ, ഈവൺ നമ്പേഴ്സ് ഏതൊക്കെയാ? ആൽബർട്ട് പറഞ്ഞേ. ആദ്യത്തെ 3 ഇരട്ട സംഖ്യകൾ ഈവൺ നമ്പേഴ്സ്. എത്രയാ? 22. ആദ്യത്തെ ഇരട്ട സംഖ്യകൾ 3 ഇരട്ട സംഖ്യകൾ. ഫസ്റ്റ് 3 ഈവൺ നമ്പേഴ്സ്. 2, 4, 6. അദ്ദേഹം പറഞ്ഞ കറക്റ്റ് അല്ലേ? 2, 4, 6. എബിനോട് ചോദിക്കുകയാണ്. ആദ്യത്തെ 3 ഇരട്ട സംഖ്യകൾ 2, 4, 6. ശരിയല്ലേ? എൽസ പറഞ്ഞ എൽസ. ആദ്യത്തെ 3 ഈവൺ നമ്പേഴ്സ് ഇരട്ട സംഖ്യകൾ 2, 4, 6. ഈ 2 രീതിയിൽ പറഞ്ഞു അല്ലെ? ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അത് സെറ്റ് ആവില്ല. മനസ്സിലായോ? നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു. എന്താ? ഇന്ത്യയിലെ ഏറ്റവും നല്ല റെസ്പോണ്ട് ചെയ്യേ ഏറ്റവും നല്ല 3 നടന്മാരുടെ പേര്. അത് എന്താവില്ല? അത് സെറ്റ് ആവോ? സെറ്റ് ആവില്ല. രണ്ടാമത് പറഞ്ഞു അത് എന്താവോ? സെറ്റ് ആവോ? അതെന്താണ്? ആ ഒരു ഡിസ്റ്റിങ്ഷനാണ് പിന്നീട് അറിയുന്നത്. അതായത് സെറ്റ് ആവണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെറുതെ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണോ? അല്ല. എന്തായിരിക്കണം? വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. വെൽ ഡിഫൈൻഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം? നിർവചിച്ചിരിക്കണം. കൃത്യമായിട്ട് അത് എന്താന്ന് പറഞ്ഞിരിക്കണം. അതിന്റെ ഉത്തരം പറയുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഉത്തരം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എല്ലാവർക്കും കിട്ടുന്ന ഉത്തരം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും നല്ല 3 നടന്മാരുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താവില്ല? അവർക്ക് പറഞ്ഞേ സെറ്റ് ആവില്ല. കാരണം അത് എന്താണ്? അത് എന്തല്ല? വെൽ ഡിഫൈൻഡ് അല്ല. എല്ലാവർക്കും കിട്ടുന്ന ഉത്തരം എന്താവില്ല? എല്ലാവർക്കും കിട്ടുന്ന ഉത്തരം എന്താവില്ല? സെയിം ആവോ? സെയിം ആവില്ല. എല്ലാവർക്കും കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? വേറെ വേറെ പോലെ ആയിരിക്കും. കാരണം ഓരോരുത്തർക്കും അത് എങ്ങനെ തോന്നുക? ഓരോരുത്തർക്കും അത് എങ്ങനെ തോന്നുക? ഡിഫറെന്റ് ആയിട്ടാണ് തോന്നുക. ശരിയല്ലേ? പക്ഷെ രണ്ടാമത് മാഷ് പറഞ്ഞ കാര്യം കറക്റ്റ് ആയിട്ട് എന്താണ്? ഡിഫൈൻഡ് ആണ്. നമ്മൾ 4-5 പേരോട് ചോദിച്ചു. എല്ലാവരും പറഞ്ഞ ഉത്തരം എന്തായിരുന്നു? എല്ലാവരും പറഞ്ഞ ഉത്തരം എന്തായിരുന്നു? സെയിം ആയിരുന്നു. മനസ്സിലായ പറഞ്ഞത്? അപ്പൊ സെറ്റ് ആവണമെങ്കിൽ എല്ലാവരോടും അത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കണം? സെയിം ഉത്തരം നമുക്ക് കിട്ടുന്ന ഒരു ഡെഫിനിഷൻ അവിടെ അതിനു വേണ്ടി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ? അവർക്ക് പറഞ്ഞ് സെറ്റ് ആവുള്ളൂ.
ഇതാണ് ഈ ഡെഫിനിഷന്റെ അർത്ഥം. അപ്പൊ സെറ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ സെറ്റും അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം, പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം നോക്കാനുള്ളത് ഏതൊക്കെയാണ് സെറ്റ് ആവുക, ഏതൊക്കെയാണ് സെറ്റ് ആവാണ്ടിരിക്കുക, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഭാഷ പറയാം, കേട്ടാ മതി. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. എന്താണ്? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, ഓഡ് നാച്ചുറൽ നമ്പർ എഴുതുന്നുണ്ടോ? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10 ഇത് സെറ്റ് ആവോ ആവില്ലേ, അതാണ് അറിയേണ്ടത്. എന്താണ് ഓഡ് എന്ന് പറഞ്ഞാൽ? എന്താ? ഒറ്റ സംഖ്യ, അറിയാലോ, ഒറ്റ സംഖ്യ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണൽ സംഖ്യ, 1 2 3 4. ലെസ് ദാൻ എത്രയാവണം? 10 ആവണം, അല്ലേ? അവിടെ നിന്ന് പറഞ്ഞേ നവരിയുടെ നിന്റെ പേരെന്താ പറഞ്ഞേ? ആകാശ്. ആകാശ് പറഞ്ഞ ആകാശ്, ഇതിൽ ഏതൊക്കെ സംഖ്യകൾ വരും? 1 3 5 7 9 ഇനി വരുമോ? ഇല്ല. വെരി ഗുഡ്. ഇതിൽ ഏതൊക്കെ സംഖ്യകൾ വരും? ഇതെന്താ വരിക? വേറെ വല്ല പറയണ്ടാവില്ല, വേറെ ഒന്നും പറയണ്ടാവില്ല അല്ലേ? ഇത് ഈ സ്റ്റേറ്റ്മെന്റ് സെറ്റ് ആവോ, സെറ്റ് ആവില്ലേ? പറയേ സെറ്റ് ആവും. കാരണം ആരുടെ ചോദിച്ചാലും കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആരുടെ ചോദിച്ചാലും കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? സെയിം ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. അടുത്തത് റിവേഴ്സ് ഓഫ് ഇന്ത്യ. എന്താണ് റിവേഴ്സ് ഓഫ് ഇന്ത്യ? ഏതൊക്കെയാണ് ഇവര് അറിയോ? ഇന്ത്യയിൽ എന്താ ഇന്ത്യയിലോട് കഥ നദികളുണ്ടല്ലേ? അതിനോട് ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷെ അതെല്ലാ നദികളുടെയും പേര് നീ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നവീനോട് ചോദിച്ചു, നവീന് ആ പേരുകൾ തന്നെയല്ലേ പറയുള്ളൂ, വേറെ പേരുകൾ പറയുമോ? പറയില്ല. അപ്പൊ ഇതെന്താണ്? സെറ്റാണ്. നമ്മള് പേര് പറയാനൊന്നും കഴിയില്ല, അല്ലെ? ഗംഗ, കാവേരി, യമുന, കുറെ ഉണ്ട്. പക്ഷെ എന്തായാലും രണ്ടുപേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആമസോൺ ആ ലിസ്റ്റിൽ ഉണ്ടാവോ? ഇല്ല. അത് വേറെ രാജ്യത്ത് എടുക്കുന്ന സാധനമാണ്, അല്ലെ? ഇങ്ങനെ അതിലുണ്ടാവും? ഇല്ല. ഇന്ത്യയിലുള്ള നദികളുടെ പേര് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ, അല്ലെ? അത് നവീനോട് ചോദിച്ചാലും ഇവനോട് ചോദിച്ചാലും കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അടുത്തത് ശ്രദ്ധിക്കുക. മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽസ് ഇൻ വേൾഡ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഭാഷ പറഞ്ഞു. ലോകത്ത് വെച്ച് ഏറ്റവും അപകടകരമായിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്? അത് സെറ്റാവും. എന്നാലോചിക്കുക. അപ്പൊ നിങ്ങൾ പറയുന്നത് പാമ്പ് എന്ന് പറയുകയാണ്. പാമ്പ് ഭയങ്കര അപകടകരമായിട്ടുള്ള സാധനമാണ്. അപ്പൊ ഞാൻ വാവ സുരേഷിനോട് പോയിട്ട് ചോദിക്കുകയാണ്, പാമ്പ് അപകടകരമാണെന്ന് വെച്ചാൽ അയാൾ എന്താ പറയുക? അയാൾക്ക് പേടിയുണ്ട് ഈ സാധനത്തിന്? ഇല്ല. അയാൾ എന്നോട് കിടന്ന ആളാണ്, അല്ലെ? അപ്പൊ അയാൾ ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പാമ്പ് അത്ര എന്താണ് അപകടകാരി അല്ല. അയാൾ പറയുന്നില്ല, ഇന്റർവ്യൂസിൽ അങ്ങനെയാണ് പറയുന്നത്, പാമ്പിനെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല, ബാബ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആളുടെ യുക്തി കറക്റ്റാണ്. പക്ഷെ മുഖം പെട്ടെന്ന് പറ്റുമോ? ഇല്ല. ചില ആൾക്കാർക്ക് പൂച്ചേനെ എന്താണ് ഭയങ്കര പേടിയാ, ചില ആൾക്കാർക്ക് പട്ടീനെ ഭയങ്കര എന്താ പേടിയാ. കേട്ടുണ്ടോ? ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടിന് പൂച്ചേനെ ഭയങ്കര പേടിയെന്ന് പറയുന്നത്. ബാക്കി മൃഗങ്ങളെ ആൾക്ക് പേടിയില്ല, പൂച്ചേനെ ഭയങ്കര പേടിയെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ സെറ്റ് ആവോ, സെറ്റ് ആവില്ലേ? ഇത് സെറ്റ് ആവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരോട് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? വേറെ ഉത്തരമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലേ? സെയിമനെ കിട്ടുന്ന വാശി പിടിച്ച് ശരിയാവും? ഇല്ല. അത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങളിപ്പോ ഞാൻ ഒരാളോട് ചോദിക്കുകയാണ്, അല്ലെ? മിച്ചോരോട് ചോദിക്കുകയാണ് ഏതാണ്. അപ്പൊ മിച്ചോ ആദ്യം പറഞ്ഞത് പാമ്പാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത് കരുതാം. അപ്പൊ മറ്റേ ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും അയാളുടെ ലിസ്റ്റ് സാധനം ഉണ്ടാവും? ഇല്ല. എല്ലാവർക്കും ഓരോ ഉത്തരം കിട്ടുമോ? ഇല്ല. അപ്പൊ അത് എന്തല്ല, അങ്ങനെ പറയുമ്പോ അത് എന്തല്ല എന്ന് പറയണ വെൽ ഡിഫൈൻഡ് അല്ല. എന്തല്ല? വെൽ ഡിഫൈൻഡ് അല്ല. അപ്പൊ കിട്ടുന്ന എല്ലാ സാധനങ്ങളും എല്ലാവർക്കും ഒരേ ഉത്തരം കിട്ടുന്ന സാധനങ്ങളെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? സെറ്റ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. കുമാരനാശൻ എഴുതിയ ഏറ്റവും നല്ല കവിതകൾ എന്ന് പറയുമ്പോൾ അത് സെറ്റ് ആവും? ഇല്ല, സെറ്റ് ആവില്ല. കാരണം ഒരാൾക്ക് നല്ല കവിതയായിട്ട് തോന്നിയത് അയാളുടെ വേറെ കവിത എന്തായിട്ട് തോന്നാം? മോശമായിട്ട് തോന്നാം, അല്ലേ? എനിക്ക് മോശമായിട്ട് തോന്നുന്ന കവിത ഇവൻ എന്തായിരിക്കും നല്ലതായിട്ട് തോന്നാം. പിടി കിട്ടണ്ടോ? അപ്പൊ ഇതാണ് സെറ്റിന്റെ പ്രത്യേകത. അപ്പൊ ഇതിലൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്താ? വാട്ട് ഈസ് സെറ്റ്? സെറ്റ് എന്ന് പറഞ്ഞപ്പോ എന്താ? ആ ഡെഫിനിഷൻ ആണ് നമുക്ക് വേണ്ടൂടെ. ഡെഫിനിഷൻ പഠിക്കണം, വേണ്ട. ഐഡിയ മനസ്സിലാക്കുക. അപ്പൊ പരീക്ഷയിലോ വരും ഒരു സാധനം വന്നിട്ട് ഇത് സെറ്റ് ആവോ അല്ലയോ ചോദിക്കും. ചിലപ്പോ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ സെറ്റ് ആവോ ഇല്ലയോ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട് പറ്റണം. ഡെഫിനിഷൻ പറഞ്ഞേ എന്താ സെറ്റ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ മാത്സ് ആകുമ്പോൾ പൊതുവിൽ നമ്മൾ നമ്പറുകളാണ് എന്ത് ചെയ്യുന്നത്, പിടിക്കുന്നത്, അല്ലെ? അപ്പൊ കുറച്ച് ബേസിക് ആയിട്ടുള്ള സെറ്റുകളെ കുറിച്ചാണ് നമ്മൾ അടുത്ത് എഴുതുന്നത്. എന്തൊക്കെയാണ്? അപ്പൊ ചില സെറ്റ് ഓഫ് നമ്പേഴ്സിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മുടെ ചില ചിഹ്നങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ആദ്യം പരിചയപ്പെടുത്തി തരാം. ക്യാപിറ്റൽ എൻ ആണ് നമുക്ക് ആദ്യം വരുന്നത്. വാട്ട് ഈസ് ക്യാപിറ്റൽ എൻ? ക്യാപിറ്റൽ എൻ എഴുതോ? ക്യാപിറ്റൽ എൻ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എന്താ?
ക്യാപിറ്റൽ N. അപ്പൊ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ഏത് സെറ്റാണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അതിലപ്പോ ആരൊക്കെ വരും? നമുക്ക് മനസ്സിലാവാനോടെ എഴുതുന്നത് ഞാൻ ആരൊക്കെ വരും? സെറ്റ് എഴുതുന്നതിന് രീതിയൊക്കെ ഉണ്ട്. 1 വരും, 2 വരും. നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലായോ? എന്താ നാച്ചുറൽ നമ്പേഴ്സ്? ഞാൻ ഇവിടെ നിന്ന് എണ്ണം എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇതിന് എത്ര എണ്ണ? ഒന്നല്ല എണ്ണ. 0 ഉണ്ടോ? ഇല്ല. അപ്പൊ എത്ര? 1 എന്നാണ് തുടങ്ങുന്നത് അല്ലെ? അപ്പൊ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ തന്നെയാണ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ്. നമുക്ക് അറിയുന്നതാണ്, എനിക്കറിയാം. നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ -4, -3 ഉണ്ട് തുടങ്ങുക. ഞാൻ ഇല്ല, 1, 2, 3 ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ആൻഡ് സെറ്റ് എന്താ? സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. സെറ്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. എന്താണ് ഈ ഇൻറ്റീജേഴ്സ്? ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞത് -4, -3, -2, -1, 0, 1, 2, 3 ഏതില്ല? ഇടത്തെ പോയിന്റിന്റെ ഏർപ്പാട് ഇല്ല. കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്പറുകൾ. അത് ഏത് നമ്പർ പെടും? ഏത് നമ്പർ പെടും? പറയും. നെഗറ്റീവ് നമ്പേഴ്സ് പെടും. ഇൻറ്റീജേഴ്സിൽ ഹോൾ നമ്പേഴ്സിൽ നെഗറ്റീവ് പെടും ഇല്ല. 0 കണക്കാണ് വരിക അല്ലെ? ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത് എഴുതാം. Q എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ Q. സെറ്റ് ഓഫ് ഓൾ റേഷണൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ റേഷണൽ നമ്പേഴ്സ് അങ്ങനെയാണ് എന്ന് പറയുന്നത് Q എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ റേഷണൽ നമ്പേഴ്സ്. റേഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളെയാണ് എന്ന് പറയുന്നത് റേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് നമ്പറുകളുടെ എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യാം? ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളെയാണ് എന്ന് പറയുന്നത് റേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1.5 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3/2 എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്യാം അല്ലെ? ചില നമ്പറുകൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് എന്ന് പറയുന്നത് ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? റേഷണലും ഇറേഷണലും. അടുത്ത നമുക്ക് വരുന്നത് Q കഴിഞ്ഞ പിന്നെ വരുന്നതാണ് എന്ത്? R. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ നമ്പറും പെട്ടു. അതില് പോയിന്റ് ഒക്കെ പെട്ടു. 1.1, 1.12, 2, 2.1, -1, -1.1, 0. അങ്ങനെ പോയിന്റുകൾ എല്ലാ നമ്പറും പെടുന്ന സ്ഥലം എവിടെയാണ്? എല്ലാ നമ്പറും പെടുന്ന സ്ഥലം എവിടെയാണ്? റിയൽ നമ്പേഴ്സ്. അപ്പൊ പോയിന്റുള്ള നമ്പറുകളുണ്ട്, ഇന്റീജേഴ്സും ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ നമ്മുടെ നമ്പർ ലൈനിനെ ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്ന ആരെയാണ്? റിയൽ നമ്പേഴ്സ് ആണ്. നമ്പർ ലൈൻ വെച്ചാൽ മനസ്സിലായില്ലേ? 10 വരച്ചിട്ടുണ്ടോ? പോയിന്റുകളൊക്കെ ഇട്ട് നമ്മൾ വരയ്ക്കുന്നത് അല്ലേ? 0.5, 0.6, 0.7, -5, -6, -6.7 എല്ലാ നമ്പറുകളും വരുന്ന സ്ഥലമാണെന്ന് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇത് ഈ സെറ്റുകളുടെ സിമ്പിൾസ് ആണ്. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്താ? N എന്ന് പറഞ്ഞെന്താ? സെറ്റ് എന്ന് പറഞ്ഞെന്താ? Q എന്ന് പറഞ്ഞെന്താ? R എന്ന് പറഞ്ഞെന്താ? റിയൽ നമ്പേഴ്സ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, സെറ്റുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? പേര് കൊടുക്കണം. സെറ്റുകൾക്ക് എന്ത് കൊടുക്കണം? പേര് കൊടുക്കണം. പേര് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഒരു ഓണാഘോഷമൊക്കെ നടത്തുമ്പോ ചിലപ്പോൾ ഗ്രൂപ്പുകളൊക്കെ ഇട്ട് തിരിക്കും. അപ്പൊ ഒരു ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഗ്രൂപ്പിന് എന്തിടാൻ പറയും? ഒരു പേരിടാൻ പറയും. ഇപ്പൊ ഇവര് 2 ബെഞ്ചുകാർ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവരുടെ ഗ്രൂപ്പിനല്ലോ സ്കൂളിലൊക്കെ അങ്ങനെ ഉണ്ടാവില്ല, ഗ്രൂപ്പുകളൊക്കെ ഇട്ട് തിരിച്ചു. അല്ലെങ്കിൽ സ്പോർട്സ് ഒക്കെ നടക്കുമ്പോൾ ബ്ലൂ, റെഡ്, യെല്ലോ എന്നൊക്കെ പറഞ്ഞു വിടുന്നതാണ് അല്ലെ? ഒരു കോമൺ പേരുണ്ടാവും അല്ലെ? അപ്പൊ ആ പേര് ആ സെറ്റിലുള്ള എല്ലാവരെയും എന്ത് ചെയ്യും? റെപ്രസെന്റ് ചെയ്യും. സെറ്റിന് പേര് കൊടുക്കുമ്പോൾ എപ്പോഴും എന്താ ഉപയോഗിക്കുക? ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കുക. എന്താണ് ഉപയോഗിക്കുക? ക്യാപിറ്റൽ ലെറ്റർ. ക്യാപിറ്റൽ A അല്ലെങ്കിൽ ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അത് മാക്സിമം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒറ്റ ലെറ്ററെ കൊടുക്കുള്ളൂ. ഗ്രൂപ്പിൽ പേരിടുന്ന പോലെ ഇവിടെ സെറ്റിന് എന്തിട്ടുണ്ട്? പേരിടരുത്. ABCD എന്നുള്ള രീതിയിലാണ് സെറ്റിന് നമ്മൾ എന്ത് കൊടുക്കുക? പേര് കൊടുക്കുക. അപ്പൊ എഴുതൊന്നും വേണ്ട. അപ്പൊ സെറ്റിന് പേര് കൊടുക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. ഇനി സെറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? റെപ്രസെന്റ് ചെയ്യണം. സെറ്റിന് എന്ത് ചെയ്യണം? റെപ്രസെന്റ് ചെയ്യണം. സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുക്കിൽ എന്ത് ചെയ്യണം? സെറ്റിനെ എഴുതണ്ടേ? എങ്ങനെ ഒരു ബുക്കിൽ സെറ്റിനെ എങ്ങനെ എഴുതാം? അപ്പൊ നേരത്തെ ഭാഷ വന്നിട്ട് എഴുതി അല്ലെ? എന്തായിരുന്നു? ഇപ്പൊ നമ്മൾ പറയുകയാണ് സെറ്റ് ഓഫ് ഓൾ റിവേഴ്സ് ഓഫ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ, ഓൾഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ എത്രയാ? 10 എന്ന് എഴുതി അല്ലേ? അപ്പൊ എങ്ങനെ അത് റെപ്രസെന്റ് ചെയ്യാം? അതിനൊരു കോമൺ ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ട്. റെപ്രസെന്റേഷൻ ഓഫ് എ സെറ്റ്. എന്താണ് റെപ്രസെന്റേഷൻ ഓഫ് എ സെറ്റ്? എങ്ങനെയാണ് മാത്തമാറ്റിക്കലി നമ്മൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ഹെഡിങ് കൊടുക്കുക, റെപ്രസെന്റേഷൻ ഓഫ് എ സെറ്റ്.
representation of a set. സെറ്റിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. ടു മെത്തേഡ്സ് ആണ്. ഒന്ന് റോസ്റ്റർ മെത്തേഡ്. എന്താണ് റോസ്റ്റർ മെത്തേഡ്? ഉണ്ടോ? ഇല്ല കേട്ടോ. അതെന്താണ് റോസ്റ്റർ മെത്തേഡ്? റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ടാബുലാർ ഫോം എന്ന് പറയുന്നത്. മറ്റൊരു മെത്തേഡാണ് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ ഇത് രണ്ടും എന്താണ്? സെറ്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് എന്ത് നമ്മൾ ഈ കാണുന്നത്. ഒന്നെന്താ റോസ്റ്റർ മെത്തേഡ്, മറ്റൊന്നെന്താണ് സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മളത് എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് അത് മനസ്സിലാക്കുന്നത്. വേറെ ഡെഫിനിഷൻസ് ആയിട്ടൊന്നും എന്താണ് നമ്മളതിനെ എഴുതാനായിട്ട് ഉദ്ദേശിക്കണില്ല. ഓക്കെ, അപ്പൊ റോസ്റ്റർ ഫോം എങ്ങനെയാന്ന് നോക്കാം. സെറ്റ് ബിൽഡർ ഫോം പറയും. ആദ്യം സെറ്റ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ സെറ്റിന് എന്ത് വേണമെന്ന് പറഞ്ഞു. സെറ്റിന് എന്ത് വേണം? ഉറക്കെ പറയണ്ട. സെറ്റിന് എന്ത് വേണം? ഉറക്കെ പറഞ്ഞേ. സെറ്റിന് ഒരു പേര് വേണം. അത് എങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞേ? ക്യാപിറ്റൽ. ഞാൻ സെറ്റുകൾ റെപ്രസെന്റ് ചെയ്യണം നോക്കട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, എഴുതാൻ പറഞ്ഞേ. ഞാൻ സെറ്റിന് പേര് കൊടുത്തു. എ ആണ് എന്റെ സെറ്റ്. ഇതല്ലോ ഈക്വൽ ടു സെറ്റ് ഇന്നതാണെന്ന് പറയാം. സെറ്റിന് മാത്തമാറ്റിക്സിൽ ഒരു സിമ്പൽ ഉണ്ട്. ഇതാണ് ആ സിമ്പൽ. കേട്ടോ, എന്ത് ബ്രേക്സ്? കേർലി ബ്രേക്സ് അല്ലേ? ആണോ? കണ്ടിട്ടില്ലേ ഈ സാധനം? കേർലി ബ്രേക്സ് ആണ്. ആദ്യം മാഷ എഴുതുന്നത് റോസ്റ്റർ ഫോം ആണ്. കേട്ടോ, ഇതിലെ റോസ്റ്റർ ഫോം മാഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത് 10 താഴെയുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. റോസ്റ്റർ ഫോം പ്രാക്ടീസ് ചെയ്യും. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ആ സെറ്റിലുള്ള എല്ലാ എലമെന്റുകളെയും കോമിറ്റ് ലിസ്റ്റ് ചെയ്യാം. അപ്പൊ ഏതൊക്കെ വരും ഇതില്? 1 വരും, പറയും 2 വരും. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10 ആണ്. അപ്പൊ എത്ര വരിക? 3 വരും, 5 വരും, 7 വരും, 9 വരും. ഇനി ആരെങ്കിലും ഉണ്ടാ? ഇല്ല. അപ്പൊ ആ സെറ്റ് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. എനി മനസ്സിലായോ? ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? എന്ത് ഫോം? റോസ്റ്റർ ഫോം അല്ലെ റോസ്റ്റർ മെത്തേഡ്. റോസ്റ്റർ പ്രശ്നം ഉണ്ടാവും. ഇനി ഇതേ സാധനം തന്നെ നമുക്ക് എന്തിൽ എക്സ്പ്രസ് ചെയ്യണം? സെറ്റ് ബിൽഡർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. ശ്രദ്ധിക്കുക കേട്ടോ. എ ഇട്ടു, കർലി ബ്രാക്കറ്റ്സ് ഇട്ടു, അതിന് വ്യത്യാസമില്ല. എക്സ് എന്താണ്? എക്സ് എന്താണ്? എക്സ് എപ്പോഴും ഉപയോഗിക്കുക നമ്മള്. എക്സ് എപ്പോഴും ഉപയോഗിക്കുക അറിയാത്ത ആളുകൾ വരുമ്പോഴാണ് എക്സ് ഉപയോഗിക്കുക അല്ലെ? എക്സ് ഈസ് യൂസ്ഡ് ആസ് വേരിയബിൾ അല്ലെ? എക്സ്. അപ്പൊ ഈ എ എന്ന് പറയുന്ന സെറ്റിലുള്ള ആൾക്കാരൊക്കെ ആരാണ്? എക്സ് ആണ്. സച്ച് ദാറ്റ് രണ്ട് കുത്ത് ഇങ്ങനെ റീഡ് ചെയ്യണ്ടേ? സച്ച് ദാറ്റ്. ഈ ഭാഷ സെറ്റ് ഒക്കെ പറയുമ്പോ എക്സ് സച്ച് ദാറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കുത്ത് തന്നെ പാടുള്ളൂ. അപ്പൊ എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ. സെറ്റ് ഓഫ് ഓൾ അത് വായിക്കേണ്ടത് ഈ കേർലി ബ്രാക്കറ്റ്സിനെ വായിക്കേണ്ടത് എങ്ങനെയാ? സെറ്റ് ഓഫ് ഓൾ. അത് എപ്പോഴും ചേർത്ത് കൊടുക്കും. വായിച്ചേ എന്താ? സെറ്റ് ഓഫ് ഓൾ എക്സിന്റെ സെറ്റ് അല്ലേ? ഏതോ പറഞ്ഞ ആരുടെ സെറ്റാ? ആരുടെ സെറ്റാ? എക്സിന്റെ സെറ്റ്. രണ്ട് കുത്തെന്താ? സച്ച് ദാറ്റ് എക്സ് ആരാ? എക്സ് ആരാ? സച്ച് ദാറ്റ് എക്സ് ഈസ് എ odd natural number. X is a odd natural number less than എത്രയാ? 10. പ്രൊസീജിയർ കണ്ടോ? ഇവിടെ എല്ലാവരും കൂടി ഉണ്ടാവില്ല. A is a read ചെയ്തേ. A is equal to എന്താ റീഡ് ചെയ്യാൻ പറഞ്ഞത്? സെറ്റ് ഓഫ് ഓൾ പറയട്ടോ. എന്താണ് സെറ്റ് ഓഫ് ഓൾ? ആര്? എക്സ്. എക്സിന്റെ സെറ്റ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? അപ്പൊ ആരൊക്കെ പെടും? എക്സിന് ആരൊക്കെ? എക്സിന് കൊടുക്കാം. 1 കൊടുക്കാൻ പറ്റും? പറയേ കൊടുക്കാം. അപ്പൊ 1 നമ്മളോട് എഴുതില്ലേ? 2 കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാ? 2 കൊടുത്തു കഴിഞ്ഞാൽ ഓഡ് നാച്ചുറൽ നമ്പർ ആണോ? അല്ലാതെ 2 കൊടുക്കില്ല. അവിടെ അടുത്ത 3 എടുത്തുകൊണ്ടിരാം. 3 കൊടുക്കാൻ പറ്റുമോ? 3 കൊടുക്കാം. 3 കൊടുത്തു. 4 കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. 5 കൊടുക്കാൻ പറ്റുമോ? 5 കൊടുക്കാൻ പറ്റുമോ? പറ്റും. ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 ആണ്. 6 പറ്റുമോ? ഇല്ല. എഴുതിയില്ല. 7 പറ്റുമോ? പറ്റുമോ? എഴുതി. 8 പറ്റുമോ? പറ്റില്ല. 9 പറ്റുമോ? പറ്റും. 10 പറ്റുമോ? പറ്റില്ല. എഴുതി. 11 പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? 11 ഓഡ് നമ്പർ ആണല്ലേ? പക്ഷെ ലെസ് ദാൻ
ഷേപ്പ് ആക്കി കൊണ്ടുവരുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെറ്റ് ബിൽഡർ ഫോം. എലമെന്റുകളെ കംപ്ലീറ്റ് കോമ്പിനേറ്റ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റോസ്റ്റർ ഫോം. ഇത് രണ്ടും ഭംഗിയിട്ട് മാർക്ക് വെച്ച് ആദ്യത്തെ റോസ്റ്റർ ഫോം, രണ്ടാമത്തെ എന്താണ്? സെറ്റ് ബിൽഡർ ഫോം. രണ്ടാമത്തെ എന്താണ്? സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ റോസ്റ്റർ ഫോമും അതുപോലെ എന്താണ്? സെറ്റ് ബിൽഡർ ഫോമും. റോസ്റ്റർ ഫോമും അതുപോലെ സെറ്റ് ബിൽഡർ ഫോമും ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോം. പതുക്കെ ഡെവലപ്പ് ചെയ്യാം കേട്ടോ. ഓടി ചാടി കയറിയിട്ട് എന്താ തലമാറിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അങ്ങനെ മനസ്സിലാവില്ല. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രാക്കിൽ വരുന്നത്, പിന്നെ നമുക്ക് അവിടെ അടിച്ചു കയറി പോകും. നോക്കി ഇത് നോക്കിട്ട് പറഞ്ഞേ, ഇതെന്താ സാധനം? പക്ഷെ വേറെ ഇതിലെഴുതി 1 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്. എന്താ സാധനം പറഞ്ഞോ? ഈ സാധനം അവിടെ എഴുതിയാണേ. ഏത് ഫോമാ? ഓർഡർ മാറ്റിട്ടല്ലേ എഴുതിയാണേ? ആണോ? ഓർഡർ മാറ്റിട്ടാണോ എഴുതിയാണേ? ഓർഡർ മാറ്റിട്ട് എഴുതിയാണ് അല്ലെ? അത് വേറെ സെറ്റ് ആണോ? അല്ല. അത് വേറെ സെറ്റ് ആണോ? അല്ല കേട്ടോ. ബിരിയാണി ഓർഡർ ചെയ്തൊരു ആലോചിക്കുക, എബിനും മാഷും. മാഷും എബിനും പിന്നെ വേറെ സെറ്റ് ആണോ? അല്ല. മാഷും എബിൻ എന്ന് പറഞ്ഞാലും എബിനും മാഷും പറഞ്ഞാലൊക്കെ ഞങ്ങൾ തന്നെ എത്ര സെറ്റ് തന്നെയാ? ഒരു സെറ്റ് തന്നെയാ. അപ്പൊ ബ്രാക്കറ്റില് റോസ്റ്റർ ഫോം എഴുതുന്നു. ബ്രാക്കറ്റില് റോസ്റ്റർ ഫോം എഴുതുമ്പോ ഓർഡറിന്റെ പ്രശ്നം എന്താ? ഓർഡർ ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്. പറഞ്ഞ മക്കളെ, ഓർഡർ പ്രാധാന്യം ഉണ്ടോ? ഓർഡറിന് പ്രാധാന്യം ഇല്ല കേട്ടോ. ഓർഡർ ഈസ് നോട്ട് important. Order is not important. ഓർഡറിന് കാര്യമായിട്ടുള്ള പ്രാധാന്യം അവിടെ ഇല്ല. അപ്പൊ റോസ്റ്റർ ഫോം എങ്ങനെ വേണമെങ്കിലും എഴുതാം. അത് എത്ര സെറ്റാ? എല്ലാ എലമെന്റും സെയിം ആണെങ്കിൽ എത്ര സെറ്റാ? ഒരൊറ്റ സെറ്റ് ആയിട്ട് വേറെ സെറ്റ് ആയിട്ട് കണക്കാക്കേണ്ട കാര്യം ഉണ്ടോ? കണക്കാക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഇനി സെറ്റ് ബിൽഡർ ഫോം തന്നെ പല രീതികളിൽ നമുക്ക് എഴുതാം. 1-2 സെറ്റ് ബിൽഡറുകൾ എഴുതാം. റോസ്റ്റർ ഫോം സംശയം ഉണ്ടാവില്ല. സെറ്റ് ബിൽഡർ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. സെറ്റ് ബിൽഡറും പിന്നെ ഏതാണ് റോസ്റ്ററും അതിന്റെ ഒരുമിച്ച് എഴുതാം. ആദ്യം ടെസ്റ്റുകളൊക്കെ ചെയ്ത് പോകാം. ഞാനൊരു സെറ്റ് എഴുതുകയാണ്. ആദ്യം റോസ്റ്റർ ഫോമിൽ എഴുതാൻ AEIOU. നിങ്ങൾക്ക് എന്താ തോന്നണേ? സെറ്റ് ഓഫ് ഓൾ വോവൽസ് ഇൻ ദ എന്താ ആൽഫബറ്റാ? ഇംഗ്ലീഷ് ആൽഫബറ്റ് അല്ലേ? ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ എഴുതാ? അപ്പോ A ഈക്വൽ ടു ആരാ? X പറയേ, such that X is a എന്താണ്? vowel in the പറയുന്ന vowel in the English alphabet. vowel in the English alphabet. കറക്റ്റ് അല്ലേ? മുകളിലുള്ളത് എന്ത് ഫോമാ? എന്ത് ഫോമാ? റോസ്റ്റർ ഫോം. അടിയിലുള്ളത് എന്ത് ഫോമാ? സെറ്റ് ബിൽഡർ ഫോം. മുകളിലുള്ളത് എന്ത് ഫോമാ? റോസ്റ്റർ ഫോം. അടിയിലുള്ളത് എന്ത് ഫോമാ? സെറ്റ് ബിൽഡർ ഫോം. പ്രശ്നമുണ്ടാ? ക്ലിയർ അല്ലേ? എഴുതിട്ടെ ഒരു 5:30 പറഞ്ഞു കേട്ടോ. സമയം എന്തായി? 5:05 അല്ലേ? മുകളിലത്തെ മാച്ചു AIU കിട്ടാം. അപ്പൊ നമ്മള് അങ്ങനെ ഐശ്വര്യായിട്ട് ഈ വർഷത്തിൽ ഈ 2 വർഷത്തിൽ കണക്കെടുപ്പ് തുടങ്ങണം കേട്ടോ. അപ്പൊ എക്സാമ്പിൾ 1. Write the solution of set of the equation. Write the solution of set of the equation x square plus x minus 2 is equal to 0.
ഇൻ റോസ്റ്റർ ഫോം. ഇൻ എന്താണ്? റോസ്റ്റർ ഫോം. ഇതാണ് ആദ്യത്തെ ചോദ്യം എക്സാമ്പിൾ കേട്ടോ. ശ്രദ്ധിക്കാം, ശ്രദ്ധിച്ച്. അപ്പൊ എന്താ പറയുന്നത്? ഈ ഇക്വേഷന്റെ എന്ത് സൊല്യൂഷൻസ് എന്തിൽ എഴുതാനാണ് പറഞ്ഞത്? റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞത്. ഈ സൊല്യൂഷന്റെ ഇക്വേഷൻസ് എങ്ങനെ ചെയ്യാം? അപ്പൊ ഇത് ആദ്യം ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. ഈ ഇക്വേഷൻ കണ്ടിട്ട് എന്ത് ഇക്വേഷൻ ആയിട്ടാണ് തോന്നണേ? എന്ത് ഇക്വേഷനാ? കഴിഞ്ഞ ഒരു പാഠം തന്നെ പഠിക്കാണ്ട് എന്ത് ഇക്വേഷൻസ് കുറിച്ച്. ഏതാ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ? ക്വാഡ്രാറ്റിക് എന്ന് പഠിക്കാറില്ലേ? ആ, അങ്ങനെയല്ലേ പാഠത്തിന്റെ പേര്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, അതിന്റെ പാഠത്തിന്റെ പേര് ഏതാ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണല്ലേ? ഓക്കെ. അപ്പൊ ഇതെന്ത് ഇക്വേഷൻ ആണ്? അപ്പൊ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഏത് ഇക്വേഷൻ? പാടി കൊടുത്ത പാട്ട് എന്താ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അത് സോൾവ് ചെയ്തിട്ട് ഉത്തരം പറഞ്ഞ മാഷക്ക് എത്ര ഉത്തരങ്ങൾ ഉണ്ടാവും? ഇനി എപ്പോഴും 2 ഉത്തരം ഉണ്ടാകുന്ന പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഡിസ്ക്രിമിനേഷൻ പോസിറ്റീവ് ആണെങ്കിൽ 2 എണ്ണം, 0 ആണെങ്കിൽ 1 എണ്ണം, ഡിസ്ക്രിമിനേഷൻ നെഗറ്റീവ് ആണെങ്കിൽ എന്തില്ല? സൊല്യൂഷൻ ഇല്ല. അങ്ങനെ പഠിച്ചിട്ടില്ലേ സെക്കൻഡ് ഡിഗ്രിക്ക്? ഉണ്ടോ? അതൊക്കെ പോട്ടെ. തൽക്കാലം സൊല്യൂഷൻ ഉണ്ട്. ചെയ്യാൻ പറ്റില്ലേ? സോൾവ് ചെയ്യാൻ പറ്റില്ലേ? ഇവനെ പൂച്ചി കൊടുത്തേ. എന്നിട്ട് എക്സിന് ഏതൊക്കെ ഉത്തരങ്ങൾ എന്ന് പറഞ്ഞേ. അപ്പൊ എ എത്രയാ? 1. ബി എത്രയാ? 1. സി എത്രയാ? -2 അല്ലേ? ഡിസ്ക്രിമിനേഷൻ കാണാതെ നിങ്ങൾ നിങ്ങളുടെ മെത്തേഡിൽ ചെയ്തോട്ടെ, ഇവിടെ നോക്കണമെന്നില്ല. ഡിസ്ക്രിമിനേഷൻ ആദ്യം കാട്ടു മാഷ്. ബി സ്ക്വയർ മൈനസ് 4ac. ബിക്ക് പകരം എത്രയാ? 1 സ്ക്വയർ മൈനസ് 4 into 1 into -2. 1 സ്ക്വയർ 1 മൈനസ് മൈനസ് പ്ലസ് ആയി 9. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ വരിക? ആദ്യ ഇക്വേഷൻ എഴുതാം. -b പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac. റൂട്ട് കൂടെ കണ്ടുപിടിച്ച് വെക്കാം. റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac എത്ര വരിക? റൂട്ട് 9. റൂട്ട് 9 എന്ന് പറയുമ്പോൾ പ്ലസ് ഓർ മൈനസ് 3 ഇട്ടാൽ മതി. 2a. അപ്പൊ എന്ത് വരും? x ഈക്വൽ ടു മൈനസ് b സോ -1 അല്ലേ? പ്ലസ് ഓർ മൈനസ് 3 ബൈ 2 into 1. അപ്പൊ എക്സിന് ഏതൊക്കെ ഉത്തരങ്ങൾ വരും? -1 പ്ലസ് 3 ബൈ 2 അല്ലെങ്കിൽ ഒരു ഉത്തരം കൂടെ വരും -1 മൈനസ് 3 ബൈ 2. സോ എക്സ് ഈക്വൽ ടു 3 മൈനസ് 1 2 ബൈ 2 1 മൈനസ് 4 ബൈ 2 എത്രയാണ്? -2. ഇങ്ങോട്ട് നോക്കണമെന്നില്ല, അറിയാലോ, തന്നെ ചെയ്യാവുന്നതാണ്. അല്ല ഇനി സംശയം വരുന്നുണ്ട്, കിട്ടുന്നില്ലെങ്കിൽ മാഷോട് ചോദിക്കാം. മാഷോട് ഒന്ന് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ബോർഡിലുണ്ട്, ബോർഡിൽ നോക്കിയത് മനസ്സിലാവണില്ലെങ്കിൽ അടുത്തൊന്ന് പറഞ്ഞുതരാം. ഓക്കെ. സോൾവ് ചെയ്ത് കൊടുത്തേ. നിങ്ങൾക്ക് പറ്റാവുന്ന മെത്തേഡ് സോൾവ് ചെയ്തോളൂ. നോ പ്രോബ്ലം. അറിയാവുന്ന കാര്യമാണ്. ഇന്നലെ വരാത്ത ആരെങ്കിലും ഇന്ന് വരാത്തുണ്ടോ? നോക്കി അപ്പുറത്തുള്ളവരൊക്കെ എല്ലാവരും ഉണ്ട്. ഉണ്ടോ? എല്ലാവരും ഉണ്ട്. നമ്മൾ പിള്ളേരോടൊക്കെ പറഞ്ഞ ഫ്രണ്ട്സിനോടൊക്കെ പറയുക കേട്ടോ. ക്ലാസ്സിന്റെ കാര്യം ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയുക, ഷെയർ ചെയ്യുക എല്ലാവരും. ഷാരോണ്ട് അനിയൻ വന്നില്ലേ? ഷാരോണ്ട് അനിയൻ വന്നിട്ടുണ്ട്? ഇല്ല അല്ലേ? ഒരാൾ വരാണ്ടല്ലോ. അപ്പൊ ഷാരോണ്ട് അനിയനെ കണ്ടില്ല. മക്കൾ എന്തൊക്കെയോ വന്ന ഉത്തരങ്ങൾ കിട്ടിയോ? തന്നെ കിട്ടിയോ? കിട്ടാത്തവരുണ്ടായി. ഇവിടെ ഉണ്ട് കാൽക്കുലേഷൻ വേണ്ടവർക്ക് ഇവിടെ നോക്കാം. എല്ലാവർക്കും തനിയെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഏതൊക്കെയാ സൊല്യൂഷൻസ്? കിട്ടിയില്ലേ? ചെയ്തോ തന്നെ ചെയ്തോട്ടാ. ചെയ്ത് മുട്ടിച്ചോ. ബൈ 2a വേണ്ട. ഈ 2a ഇവിടെ വന്നില്ലല്ലോ. 2a ഇടാൻ മറന്നുപോയി. മൊത്തം ഡിവിഷൻ ആണ് കേട്ടോ. 21 അവിടെ മൊത്തം കേട്ടോ ഡിവിഷൻ. ആ വലിച്ചിട്ടേ ഡിവിഷൻ മൊത്തത്തിൽ വലിച്ചിട്ട് നീട്ടിയിട്ട് ചെയ്ത് മിസ്സിംഗ് പ്രാക്ടീസ് വന്ന സൈഡിലാണ്. ഇവിടെ നോക്കിയേ. ഇവിടെ എങ്ങനെയാ? c -2 അല്ലേ മോനെ? അപ്പൊ സിയുടെ ഭാഗം എന്താ കൊടുക്കണ്ടേ? -2 അല്ലേ കൊടുക്കണ്ടേ? മൈനസ് ഇട്ട്. അപ്പൊ ആ മൈനസ് ഈ മൈനസ് കൂടെ എന്താവും? +8. 4 എത്രയാ? 8. അപ്പൊ 1 + 8 അവിടെ കാൽക്കുലേഷൻ ഇട്ട് നോക്കിയിട്ട് മനസ്സിലാവണമെങ്കിൽ പഠിക്കണ്ട. മാത്സ് ബേസ് നല്ല പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും നല്ലപോലെ ഡെവലപ്പ് ചെയ്ത് വരണം കേട്ടോ. നല്ല വലിയ പാഠങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ എന്താ ബേസിക് അൾജിബ്ര പശകാണെങ്കിൽ അടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ പൊട്ടും. മാഷ അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേ ഭയങ്കര മാർക്ക് കൂടുതലുള്ളവർക്ക് എന്താ വരുന്ന അവസ്ഥ, മാർക്ക് കുറവ് വരുന്ന അവസ്ഥ പറയാനുള്ളത് കൊണ്ടാണ്. കാരണം ഇവർക്ക് മാത്സിലൊക്കെ നിറച്ച് എന്താ A+ ആയിരിക്കും അല്ലെ? ഒന്ന് മാത്സിൽ A+ ഉണ്ടാ
എല്ലാവർക്കും എന്തുണ്ട്? മനസ്സിലായ പ്ലസ് ഉണ്ട് കേട്ടോ. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, പ്ലസ് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ബേസിൽ കുറെ പ്രശ്നങ്ങൾ ഒളിച്ചൊക്കെ എടുക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് അറിയില്ല. അതിപ്പോ ചെയ്യുമ്പോ അറിയാം, നമുക്ക് മാഷക്ക് നോക്കുമ്പോ അറിയാം. കുറച്ച് വരും, അത് ഡയറക്റ്റ് ആയിട്ട് വരും ബേസിക്സ്. അപ്പൊ നിങ്ങൾ എന്താ കുറച്ച് കാര്യങ്ങൾ എന്ത് കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ എനിക്കറിയാം എന്നുള്ളൊരു മൂഡ്. മാഷ് തന്നെ സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ച്. ആ മൂഡിലേക്ക് വരുമ്പോ എന്താ, ഈ കറക്ഷൻസ് പറയണത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ, അത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടാണ് പിന്നെ എന്ത് ചെയ്യണ, വലിയ വലിയ പാഠങ്ങൾ മുകളിലേക്ക് പഠിച്ചു പോണേ. അപ്പൊ ഒരു പോയിന്റ് കഴിയുമ്പോ പിന്നെ എന്ത് ചെയ്യും, പിന്നെ കേറില്ല. കാരണം എന്താ, ആൾ കൺഫ്യൂഷൻസ് വരും. കാരണം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള പല സാധനങ്ങളും എന്താ, തെറ്റാ. അത് വെച്ചിട്ടല്ല ഇതിലൂടെ ചെയ്യുന്നത്. മനസ്സിലാവണ്ട, നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ബേസ് ഉള്ളതൊക്കെ വളരെ എന്ത് ചെയ്യുക, മിസ്സിങ്സ് കാണുകയാണെങ്കിൽ മാഷ് പറയണതോ നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിലൊക്കെ എന്ത് ചെയ്യുക, ചോദിക്കാം. ബ്രാക്കറ്റ് ഓപ്പണിങ്, ഫ്രാക്ഷൻസ് കൂട്ടല് കുറയ്ക്കല്, ഫ്രാക്ഷൻസിന്റെ ഡിവിഷൻസ്, ബേസിക് ഓട് മാസ റൂള്, അങ്ങനെ കുറച്ച് ബേസിക് സാധനങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് കേട്ടോ. അപ്പൊ കിട്ടി ഏതൊക്കെയാ സൊല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞ, ഏതൊക്കെയാ സൊല്യൂഷൻസ്? 1 - 2 അല്ലെ? ആദ്യത്തിന് ചെയ്തെടുക്കാൻ പറ്റിയോ? 1 - 2. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, കുറച്ച് പേർക്ക് ഇവിടെ തോന്നി ഭാഷക്ക്. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് എത്ര? a. അതെത്ര? 1. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എത്ര? b. അതെത്ര? 1. ഈ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ് എന്ത്? c. അത് ഏത് അളക്കെടുക്കണം? -2 അളക്കെടുക്കണം. ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? മാഷിന്റെ രീതിയാണ് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും, അത് തെറ്റൊന്നല്ല. b² - 4ac. b എന്ന് പറയുമ്പോൾ എത്രയാണ്? 1. അപ്പൊ എന്താ? 1 ഇട്ടു, ബ്രാക്കറ്റ് ഇട്ടു, സ്ക്വയർ ഇട്ടു. ചില ആൾക്കാർ 1 സ്ക്വയർ ഇട്ടിട്ടുണ്ടോ? ഇത് തെറ്റാണോ? ഇത് തെറ്റല്ല, അത് ശരിയാണ്. പക്ഷെ മാഷ എന്തിട്ടുണ്ട്? ബ്രാക്കറ്റ് ഇട്ടുണ്ട്. എന്താ കാരണം എന്ന് പറയുമ്പോൾ ശീലമാവാൻ വേണ്ടിയിട്ടാണ്. -2 സ്ക്വയർ ആണെന്ന് കരുതുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ? തെറ്റാണ്. -2 ആണ് എന്തിനു പകരം വന്നതെന്ന് കരുതുക. ശ്രദ്ധിക്കുക, -2 ആണ് എന്തിനു പകരം വന്നേ? ബിക്ക് പകരം വന്നേ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം എന്താ? തെറ്റാണ്. കാരണം ഇതിന്റെ ഉത്തരം എത്രയാ? -2ന്റെ സ്ക്വയറിന്റെ ഉത്തരം എത്രയാ? -4. മൈനസ് ഇവിടെ ഇട്ടു, 2ന്റെ സ്ക്വയർ എത്രയാ? 4. അങ്ങനെയാണോ ഇവിടെ? അല്ല, ശ്രദ്ധിക്കണം. ഇതൊക്കെ വരും. ശരിക്കും എങ്ങനെ ഇടണം? -2 സ്ക്വയർ. ഉത്തരം എന്താ? പോസിറ്റീവ് 4 വരും. അതൊക്കെ ശ്രദ്ധിക്കണം. തമാശ അല്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ കാണും കേട്ടോ ഇതേ സാധനങ്ങൾ തെറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് മൈനസ് ബ്രാക്കറ്റ് ശരിയില്ല. പോസിറ്റീവ് നമ്പർ ഇടുമ്പോൾ ബ്രാക്കറ്റ് വേണം നിർബന്ധമുണ്ടോ? ഇല്ല. ഇട്ടാലും ഇല്ലെങ്കിൽ ഒരു ഉത്തരം കിട്ടും. നെഗറ്റീവിന്റെ ഹോൾ സ്ക്വയർ വരുമ്പോൾ എന്ത് ഇടണം? ബ്രാക്കറ്റ് ഇടണം. ഓക്കെ. അപ്പൊ ബ്രാക്കറ്റ് ഇട്ടു, മൈനസ് ഇട്ടു, 4 എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷനിലുള്ള 4 എക്ക് പകരം 1 കൊടുത്തു, സിക്ക് പകരം എന്ത് കൊടുത്തു? ഈ മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? പോസിറ്റീവ് ആയി. 4 × 1 4, 4 × 2 8, 1 + 8 9. അതിന്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്തു. റൂട്ട് b² - 4ac √9 = എത്രയാ? 3. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? അത് എഴുതി. അപ്പൊ x = ബിക്ക് പകരം എത്രയാ? വെവേ പറയേ. ബിക്ക് പകരം എത്രയാ? 1 ± റൂട്ടിന്റെ ഉള്ളിലുള്ള ഉത്തരം എത്രയാ? 3. അപ്പൊ നടുക്കിൽ പ്ലസ് ആവാം. അതാണ് 2 ഉത്തരമാക്കി എഴുതി അല്ലെ? ആദ്യം പ്ലസ് ഇട്ട് എഴുതി, പിന്നെ എന്തിട്ട് എഴുതി? മൈനസ് ഇട്ട് എഴുതി. 3 - 1 2 നമുക്കറിയാം. 2/2 1 ആണോ? -1 - 3 എത്രയാ? -4. പക്ഷെ 100% ഉറപ്പിച്ച് പറയാം, മൈനസ് നമ്പറുകൾ ആഡ് ചെയ്യാൻ അറിയാത്തവര്, മൈനസ് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ആൾക്കാർ ഉണ്ടാവും. 100% നമുക്ക് നോക്കാം കുറച്ച് കേട്ടോ. മനസ്സിൽ വെച്ചോ. -1 - -3 എത്രയാ? -4/2 -2. അപ്പൊ ഇത് എന്ത് നമ്മോട് ഇത് കാണാനല്ല പറഞ്ഞാണ്. ഇതിന്റെ സൊല്യൂഷൻസ് എങ്ങനെ എഴുതാം? റോസ്റ്റർ ഫോമിൽ എന്ത് വേണം? സെറ്റ് ആക്കി എഴുതും. ഒരു പേരാ കൊടുക്കുക അല്ലെ? ഏത് പേര് കൊടുക്കുന്നത് കുഴപ്പമില്ല. ഏതൊക്കെ ഭാഷയുടെ ഉള്ളിൽ എഴുതണ്ടേ? റോസ്റ്റർ ഫോം പറയുമ്പോൾ എക്സ് സച്ച് ദാറ്റ് ആണോ? അല്ല. ഏതൊക്കെ എഴുതണ്ടേ? ഏതൊക്കെയാ സൊല്യൂഷൻസ്? 1 ഒക്കെ എല്ലാവരും പറയും. 1, അപ്പൊ ഇത് റോസ്റ്റർ ഫോം ആയി കഴിഞ്ഞു. ഇത്ര വേറെ ഒന്നുമില്ല. വില ബുദ്ധിമുട്ടുണ്ടോ? ഈസി അല്ലേ? വേഗം ചെയ്ത് അവസാനിപ്പിച്ചപ്പോ സൊല്യൂഷൻസ് റോസ്റ്റർ ഫോം. അത് കഴിഞ്ഞാൽ എക്സാമ്പിൾ 2 നോക്കാം. എല്ലാ കണക്കും നമ്മൾ സോൾവ് ചെയ്യുക. ഒന്നും വിടുന്നില്ല. എല്ലാം മൂല്യം സോൾവ് ചെയ്തിട്ട് പോവാ. അത് ചോദിക്കും ചെയ്യൂട്ട. പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദ്യം വരും. അതേ ചോദ്യങ്ങൾ വരും. എക്സാമ്പിൾ എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. നിസ്സാരമായിട്ട് കാണരുത്. Write the set x such that
നാളെ വരുമ്പോ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചു വരണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതണ്ട കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതണ്ട കേട്ടോ ചെയ്ത് പഠിക്കുമ്പോ. റൈറ്റ് ദ set of all x such that x is a positive integer. X is a positive integer. X is a positive integer and x square less than 40 in roster form. ചോദ്യം ബുക്കിൽ എഴുതിക്കോളൂ. എഴുതി പഠിക്കുമ്പോൾ എഴുതുന്നെന്ന് പറഞ്ഞു. ഇവിടെ ചോദ്യം എഴുതിക്കോളൂ കേട്ടോ. ഇൻ റോസ്റ്റർ ഫോം. ഇത് മാറ്റോട്ടെ, ഈ കാൽക്കുലേഷൻസ് മാറ്റോട്ടെ, കുഴപ്പമില്ലല്ലോ. എക്സാമ്പിൾ 2 നിങ്ങൾക്ക് മനസ്സിലായിട്ട് വരുന്നു. എന്താ പറയുന്നത്? അവർ ഏത് ഫോമില തന്നേക്കണേ? ഒരു സെറ്റ് ഏത് ഫോമില തന്നേക്കണേ? ഏത് ഫോമില തന്നേക്കണേ? വിജോ സെറ്റ് ബിൽഡർ ഫോം. എന്ത് ഫോമാണ്? സെറ്റ് ബിൽഡർ ഫോമിൽ തന്നേക്കണേ. ഒന്ന് വായിച്ചേ. സെറ്റ് ഓഫ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇന്റീജർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40. അത് ഏത് ഫോമിൽ എഴുതാനാണ് പറഞ്ഞാണ്? റോസ്റ്റർ. ഓക്കെ, ഏത് ഫോമാണ്? റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞത്. ഇതിന്റെ ഇവിടെ മറുകാണ് പാടല്ലേ? എന്താണ് എന്ത് ഫോമിൽ എഴുതണ്ടേ? റോസ്റ്റർ. അപ്പൊ സെറ്റ് ബിൽഡറിലുള്ള സാധനം ഏത് ഫോമിലേക്ക് ആക്കണം? റോസ്റ്റർ ഫോമിലേക്ക് ആക്കണം. കുഴപ്പമില്ലല്ലോ. നോക്കാം. ഭാഷ എഴുതാം. കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. വെറുതെ കൂടെ നമ്മൾ എഴുതിയിട്ടില്ല. സാധനം എന്താവണം? പോസിറ്റീവ് ഇന്റീജർ ആവണം. പോസിറ്റീവ് ഇന്റീജർ ആവുക എന്ന് പറയുമ്പോൾ ഇന്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ മാഷ് പറഞ്ഞു -5, -4 അല്ലെ, -3, -2, -1, 0, 1, 2, 3, 4 അങ്ങനെ പോകുന്ന നമ്പറുകളാണ് എന്ത്? ഇന്റീജേഴ്സ്. പോസിറ്റീവ് ഇന്റീജേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരിക? -1 പോസിറ്റീവ് ഇന്റീജർ ആണോ? 0 പോസിറ്റീവ് ഇന്റീജർ ആണോ? അല്ല, 0 പോസിറ്റീവ് അല്ല, നെഗറ്റീവ് അല്ല. പിന്നെ എവിടുന്ന പോസിറ്റീവ് ഇന്റീജർ തുടങ്ങണേ? എത്രയെന്നാ? 1 ആയിക്കോട്ടെ. പോസിറ്റീവ് ഇന്റീജർ ആയാൽ മാത്രം പോരാ. എന്താ ഇത് ടിക്കറ്റ്? എന്താ? ആൻഡുണ്ട് ഓറുണ്ട്. ആൻഡിന് പ്രാധാന്യമുണ്ട്. അപ്പൊ ഇതും ആവണം, ആൻഡ് ഇതും ആവണം, ഇതും ആവണം, ഇതും അതും. ഓറാണെങ്കിലോ? ഓറാണെങ്കിൽ ഇതോ അതും. വ്യത്യാസം ഉണ്ട് അല്ലേ? ഉണ്ടോ? ഉണ്ട്. എല്ലാവരും വ്യത്യാസം ഉണ്ടോ? അപ്പൊ നിനക്ക് മനസ്സിലായിരിക്കാം. കണ്ടീഷൻ എന്താ പറയേ? എക്സ് സ്ക്വയർ എത്രയാണോ? ആദ്യത്തെ പോസിറ്റീവ് ഇന്റീജർ ഏതാ? 1. 1ന്റെ സ്ക്വയർ എത്രയാ? പറയുന്നു, സമയമില്ല. 1ന്റെ സ്ക്വയർ എത്രയാ? 1. അത് ലെസ് ദാൻ 40 ആണോ? അതെ. അപ്പൊ അത് ആദ്യത്തെ കണ്ടീഷനും ഓക്കെ ആണ്, രണ്ടാമത്തെ കണ്ടീഷനും ഓക്കെയാണ്. ആ സെറ്റിൽ ചെയ്യാൻ കയറ്റി വിടാൻ പറ്റുമോ? പറ്റും. അപ്പൊ ആദ്യത്തെ ആളാരാ? 1. അടുത്ത പോസിറ്റീവ് ഇന്റീജർ ആരാ? 9 16. അടുത്ത പോസിറ്റീവ് ഇന്റീജർ ആയിരുന്നു. സ്ക്വയർ ആണ് പറയണം അല്ലെ? അങ്ങനെയല്ല. എക്സ് ഈസ് എ പോസിറ്റീവ് ഇന്റീജർ. ആദ്യത്തെ പോസിറ്റീവ് ഇന്റീജർ ഏതാ? 1. അടുത്ത പോസിറ്റീവ് ഇന്റീജർ ഏതാ? 2. ഓക്കെ. ആ 2ന്റെ സ്ക്വയർ എന്താണ്? 4. ആ 4 40നേക്കാളും ചെറുതല്ലേ? പറഞ്ഞു കറക്റ്റ് ആണ്. 9 16 സ്ക്വയറുകളെല്ലാം പഠിച്ചു ചോദിച്ചേ. നെക്സ്റ്റ് ഇന്റീജർ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഈ സെറ്റിൽ എഴുതേണ്ടത് എന്താണ്? ഇന്റീജേഴ്സ് ആണ്. ഇന്റീജേഴ്സിന്റെ സ്ക്വയറുകളാണോ? അല്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ എഴുതണം. വേറെ. അപ്പൊ 2 ഈ സെറ്റിലേക്ക് കയറ്റി വിടാൻ പറ്റുമോ? വേഗം പറയടാ. പറ്റുമല്ലേ? പറ്റും. 3നെ കയറ്റി വിടാൻ പറ്റുമോ? അടുത്ത പോസിറ്റീവ് ഇന്റീജർ 3 അല്ലേ? 3നെ കയറ്റി വിടാൻ പറ്റുമോ? കാരണം അത് പോസിറ്റീവ് ഇന്റീജർ ആണ്. ആൻഡ് എന്ത് ലെസ് ആണ്? സ്ക്വയർ 9 അല്ലേ? 4നെ കയറ്റി വിടാൻ പറ്റുമോ? പറ്റുമോ? 16 പറഞ്ഞു അല്ലേ? 16 40 ചേർന്നല്ലേ? 16 ആണോ കയറ്റി വിടണ്ടേ? അല്ല, ആരെയും കയറ്റി വിടണ്ടേ? 4നെയാണ് കയറ്റി വിടണ്ടേ? അടുത്തത് നിങ്ങൾ പറയണം വരെ പറയും നോക്കാം. 5നെ കയറ്റി വിടണം. ഓക്കെ. 6നെ കയറ്റി വിടണം. 6നെ കയറ്റി വിടണോ? ഒന്ന് ചെക്ക് ചെയ്തേ. കയറ്റി വിടണം അല്ലേ? അടുത്തത് ഇനി ആരെങ്കിലും കയറ്റി വിടാൻ പറ്റുമോ? ഇല്ല. കാരണം 7നെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ 7ന്റെ സ്ക്വയർ എത്രയാ? 49. അത് 40 ചെറുതാണോ? അല്ല.
പക്ഷെ അവന്റെ കിരിവിടാൻ പറ്റില്ല. അപ്പൊ അവരൊരു സെറ്റ് ബിൽഡർ ഫോം തന്നു, നമ്മള് ഏത് ഫോമിലേക്ക് മാറ്റി കൊടുത്തു? റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി കൊടുത്തു. എക്സാമ്പിൾ 2 കഴിഞ്ഞു. വേഗം ആയിക്കോട്ടെ കേട്ടാ. ചോദ്യം മാറ്റോട്ടെ, ചോദ്യങ്ങൾ ചെയ്തല്ലേ, ചോദ്യം മാറ്റിട്ട് കേട്ടോ. ഐഡിയകൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാം കേട്ടോ. അടുത്ത എക്സാമ്പിൾ 3. റൈറ്റ് ദ സെറ്റ് എ. എക്സാമ്പിൾ 3. റൈറ്റ് ദ സെറ്റ് എ is equal to 1, 4, 9 അങ്ങനെ കുത്തു ഇൻ സെറ്റ് ബിൽഡർ ഫോം. നാളെ വരുമ്പോ ഈ ചോദ്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി പഠിച്ച് കൊണ്ടുവരണം കേട്ടോ. പേപ്പറോ ബുക്കോ ഒക്കെ വെക്കാതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അടുത്തത് ഏത് ഫോമിൽ അവർ തന്നേക്കണേ? തന്നേക്കണ ഫോം ഏതാ? സെറ്റ് ബിൽഡർ ഫോം ആണോ? അല്ല, ഏത് ഫോമാ തന്നേക്കണത്? റോസ്റ്റർ ഫോമിലാണ്. അതിന് ഏത് ഫോമിലേക്ക് ആക്കണം? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കണം. തന്നേക്കണത് ഏത് ഫോമാ? റോസ്റ്റർ ഫോം ആണ്. അതിന് ഏത് ഫോമിലേക്ക് ആക്കണം? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കണം. വേണ്ടേ? അതെ. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നണേ? ആ നമ്പറുകളുടെ പ്രത്യേകത നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ആദ്യം ഏതാ? 1. ഓക്കെ. പിന്നെ ഏതാ? 4. പിന്നെ ഏതാ? 9. എന്തെങ്കിലും കണക്ഷൻ? സ്ക്വയർ. ഏത് നമ്പറുകളുടെ സ്ക്വയറുകളാ? വെരി ഗുഡ്. ഏത് നമ്പറുകളുടെ സ്ക്വയറുകളാ? നാച്ചുറൽ നമ്പറുകളുടെ സ്ക്വയറുകളാണ് അല്ലേ? അപ്പൊ എങ്ങനെ സെറ്റ് ബിൽഡറിൽ എഴുതാം നമുക്ക്? A equal to set of all ആരാ? എക്സിന് പകരം y ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. y set അത് ഉപയോഗിക്കുമ്പോൾ എന്ത് ഉപയോഗിക്കും? സ്മോൾ ഉപയോഗിക്കുന്നു മാത്രം. പറഞ്ഞ x such that x എന്താ? x is a square of ആര്? സ്ക്വയർ ഓഫ് ആര്? നാച്ചുറൽ നമ്പേഴ്സ്. എവിടം വരെയുള്ള നാച്ചുറൽ നമ്പറുകളുടെ അവസാനം ഉണ്ടാ? അപ്പൊ നമ്മൾ കണ്ടീഷൻ വെച്ച് ബ്ലോക്ക് ചെയ്യുന്ന എല്ലാ നാച്ചുറൽ നമ്പറുകളുടെയും സ്ക്വയർ ക്ലോസ് ചെയ്യാൻ കഴിയും. സോ എക്സ് such that x is a square of natural numbers. പ്രശ്നമില്ലല്ലോ, സെറ്റ് ചെയ്ത് കൊടുത്തേ. അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത എക്സാമ്പിൾ 4. അത് പ്രധാനപ്പെട്ടാണ് കേട്ടോ. എക്സാമ്പിൾ 4 കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. Write the set ഏത് ഫോമുല തന്നേക്കണേ? റോസ്റ്റർ ഫോം അല്ലേ? ഏത് ഫോമുല തന്നേക്കണേ? റോസ്റ്റർ ഫോം. ഏത് ഫോമിലേക്ക് ആക്കണം? സെറ്റ് ബിൽഡർ ഫോമിൽ. എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടോ? നോക്കിയിട്ട് പറഞ്ഞു. എന്തെങ്കിലും കണക്ഷൻ? പറഞ്ഞു. എന്താ കണക്ഷൻ? എന്തെങ്കിലും കണക്ഷൻ? ഏതാ? പറഞ്ഞോളൂ. x by x plus 1. ശരിക്കും പറഞ്ഞാൽ മുകളിലുള്ളതിനേക്കാളും എത്രയാ? ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒന്ന് കൂടുതലാണ് എവിടെയുള്ളത്? താഴെയുള്ളത് അല്ലെ? വെരി ഗുഡ്. അപ്പൊ അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നറിയോ? ശ്രദ്ധിക്കുക. എക്സിലല്ല പറഞ്ഞ് കറക്റ്റ് ആണ്, തെറ്റൊന്നുമല്ല. പക്ഷെ ഇതിന് ശ്രദ്ധിക്കും. എക്സ് വൈക്ക് എക്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? എക്സ് ഈസ് എ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എക്സിന്റെ സാധനം അവരിവിടെ പറയണം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആരാ? എക്സ് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ എന്താണെങ്കിൽ അടിയിൽ എന്ത് വരണം? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു n by n plus 1. മുകളിലുള്ളത് ബൈ അടിയിലുള്ളത് ഒന്ന് കൂടുതലായിരിക്കും. ശരിയല്ലേ? പക്ഷെ പ്രശ്നം എവിടെ പോയുള്ളൂ?
എത്ര വരെ വരാൻ പാടുള്ളൂ? ഒക്കെ പറ. 6 മാത്രമല്ല, മുകളിൽ ആരൊക്കെ വരാൻ പാടുള്ളൂ? മുകളിലുള്ള ആളാണ് ആര്? എന്നെ. മുകളിൽ ആരൊക്കെ വരാൻ പാടുള്ളൂ? വായിക്കട. നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? 1 2 3 4 5 6 കറക്റ്റല്ലേ പറഞ്ഞ? അപ്പൊ എന്നിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ കണ്ടീഷൻ ഉണ്ട്. എന്താ? എന്നെ എന്തായിരിക്കണം? നാച്ചുറൽ നമ്പർ ആയിരിക്കണം. വേണ്ടേ? അപ്പൊ നമ്മളത് എഴുതണം. എന്താ? ഇത് എഴുതി എന്നിട്ട് കോമ കൊടുത്തിട്ട് എഴുതാം. n is പറയേ n is natural number. ഇത് എഴുതിയില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് മക്കളെ. എന്താണെന്നറിയോ? ഞാൻ കൊണ്ടുവന്നിട്ട് 1.1 2.1 എഴുതിക്കൂടെ? n നാച്ചുറൽ നമ്പർ എന്ന് എഴുതിയില്ല, കണ്ടീഷൻ വെച്ചില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇത് അതിലുണ്ടാ. അപ്പൊ അത് കണ്ടീഷൻ വെക്കണം. എങ്ങനെ എന്താ കൊടുക്കാൻ പാടുള്ളൂ? ആണോ? ഇനി കണ്ടീഷൻ ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. വെരി ഗുഡ്. ഉണ്ടല്ലേ? എന്താ? എന്നിന് എവിടെ വരെ പറഞ്ഞു? 7. എന്നിന് 6 വരെ. അപ്പൊ അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒരു ആൻഡ് എഴുതാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ആൻഡിന്റെ ചിഹ്നം ഇടാം. 1 less than or equal to n less than or equal to 6. എന്താ അങ്ങനെ എഴുതി? നിങ്ങൾ പറഞ്ഞു എന്നിന് എവിടെ വരെ കൊടുക്കാം? 6 വരെ കൊടുക്കാം. ചിലപ്പോൾ മാഷ് ഇത് എഴുതില്ല, 1 കൊടുക്കില്ല. അത് 2/2 പറ്റുമോ? നിങ്ങൾ n/n അല്ലേ പറഞ്ഞിട്ടുള്ളൂ. 1 വേണമെന്ന് പറഞ്ഞിട്ടാ. മനസ്സിലാവുണ്ടോ പറയുന്നത്? വ്യത്യാസങ്ങൾ മനസ്സിലാവുണ്ടാ? നമ്മൾ ഇങ്ങനെ മാത്രം എഴുതി n less than or equal to 6 മാത്രം എഴുതി. അപ്പൊ ഞാൻ പറയും, ഞാൻ എവിടെ എഴുതി കൊടുക്കുന്നുള്ളൂ? 2 എഴുതി കൊടുക്കുന്നുള്ളൂ. കാരണം 1 വേണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഏത് വേണം? 1 വേണം. അപ്പൊ എന്തായി? 1 less than or equal to x. അല്ല സോറി, ഏതാ? ഇതിന്റെ അർത്ഥം എന്താ? എന്റെ വാല്യൂ ഒന്നല്ലെങ്കിൽ ഏത്? ഈക്വൽ ടു ഇല്ലട അവിടെ. അപ്പൊ ഒന്നല്ലെങ്കിൽ ഏത്? 1 അല്ലെങ്കിൽ 1നേക്കാളും കൂടുതൽ. എവിടെ വരെ? ഒന്നല്ലെങ്കിൽ 6 വരെ അല്ലെങ്കിൽ 6നേക്കാളും ചെറുതായിരിക്കണം. അപ്പൊ എവിടെ വരെ വരുള്ളൂ? 6 വരെ. ഇന്റർവെല്ലുകൾ പിന്നീട് പഠിപ്പിക്കാം. ഈ ഇന്റർവെല്ല് 1.1 ഒക്കെ വരുമോ? ആലോചിക്ക്. ഈ ഇന്റർവെല്ല് 1.1 1.2 ഒക്കെ വരുമോ? എന്തുകൊണ്ടാണ് വരാത്തെ? ഈ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണെന്ന് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ചോദ്യം പ്രധാനപ്പെട്ടതാണ് കേട്ടോ, മാർക്ക് ചെയ്തിരിക്കും. വായിച്ചു പോയി. പക്ഷേ അടുത്ത് എക്സാമ്പിൾ 5 ചെയ്യാം. എക്സാമ്പിൾ 5 മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ എഴുതാൻ പറ്റും കേട്ടോ. നിങ്ങൾ എഴുതണ്ട, ഉത്തരം മാത്രം എഴുതിയാൽ മതി. എക്സാമ്പിൾ 5 എന്ന് പറഞ്ഞിട്ട് നേരിട്ട് നിങ്ങൾ ഉത്തരം മാത്രം എഴുതി വെച്ചാൽ മതി. സമയം പോക്കാണെങ്കിൽ എഴുതണ്ട കേട്ടോ. സമയം എന്തായി? 5:30 വായിക്കാം. എക്സ് ഈസ് എൻ ഇൻറ്റീജർ. 2 ഇവിടെ കേട്ടോ, 3 ആയിരുന്നു. ഇതൊക്കെ നിസ്സാര ചോദ്യങ്ങളാണല്ലേ. ആൻഡ് x² -9 0 ലാസ്റ്റ് വൺ. എക്സ് such that X is a letter of the word principal. Okay. ഇതാണ് മാച്ച് ദ ഫോളോയിങ്.
കാര്യം മനസ്സിലായിട്ട് എന്താ ഇവിടെയുള്ള റോസ്റ്റർ ഫോമിലെ പ്രത്യേകത ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ഫോം ഒന്ന് ഉറക്കെ പറയടാ. ഈ സൈഡിലൊക്കെ എന്ത് ഫോമാ? ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഉറക്കെ പറഞ്ഞു സെറ്റ് ബിൽഡർ ഫോം കണ്ടെത്തണം. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആദ്യത്തെ എത്രാമത്തെയാ അത് കണ്ണുറച്ച് പറഞ്ഞൂടെ? അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാൻ പക്ഷെ വിട്ടുപോയി. സെറ്റ് എഴുതുമ്പോ എലമെന്റുകൾ റിപ്പീറ്റ് ചെയ്യരുത് കേട്ടോ. സെറ്റ് എഴുതുമ്പോ എന്ത് ചെയ്യരുത്? എലമെന്റുകൾ എന്ത് ചെയ്യരുത്? റിപ്പീറ്റ് ചെയ്യരുത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എഴുതി വെക്കൊന്നും വേണ്ട, മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. ത്രൂ പ്രാക്ടീസ് ആണ് അതൊക്കെ. സെറ്റ് എഴുതുമ്പോ എന്ത് ചെയ്യരുത്? എലമെന്റുകൾ എന്ത് ചെയ്ത് എഴുതരുത്? റിപ്പീറ്റ് ചെയ്ത് എഴുതരുത്. ഒരു സെറ്റിൽ എത്ര വൺ ഉണ്ടാവാൻ പാടുള്ളൂ? ഒരൊറ്റ വണ്ണേ ഉണ്ടാവുള്ളൂ. റിപ്പീറ്റ് ചെയ്ത് എഴുതും. റിപ്പീറ്റേഷൻ ഇല്ല കേട്ടോ, മെട്രിക്സിൽ ഉണ്ട്, ഇതിലില്ല. ശ്രദ്ധിക്കുക, നോക്കാവുന്നത്. ഇത് അവിടെ ഏതാ മാച്ച് ആവോ? നിങ്ങളുടെ മാച്ച് ആവോ? നാലാമത്തേക്ക് അല്ലേ? നാലാമത്തെ എന്താ പറയുന്നത്? എക്സ് ഈസ് എ ലെക്ചർ ഓഫ് ദ വേർഡ് ആരാണ്? പ്രിൻസിപ്പൽ. പ്രിൻസിപ്പാൾ അല്ലേ? അപ്പൊ ഏതൊക്കെ ലെറ്ററുകളുണ്ട് നോക്ക്. പി ഉണ്ട്, പറയും. പിന്നെ ആറില്ലേ ഇവിടെ? ഐ ഉണ്ടാ? ഐ ഉണ്ട്. എൻ ഉണ്ടാ? എന്നില്ല. ഓക്കെ, എന്തായാലുണ്ട് പേര് കണ്ടിട്ടുണ്ടോ? എന്നുണ്ട്, ഇവിടെ ഔട്ട് ചെയ്ത എന്നുണ്ട്. സി ഉണ്ടാ? സി ഉണ്ട്. പിന്നെ വീണ്ടും ഒരു ഐ വന്നിട്ടല്ലേ? ശ്രദ്ധിക്കട്ടോ, നോട്ട് ചെയ്യാം. പിന്നെ ഒരു ഐ വന്നിട്ട് ആ ഐ അവിടെ കൊണ്ടുവരണം. വേണ്ട. എന്തുകൊണ്ടാ? ഓൾറെഡി അവിടെ എന്ത് വന്നു? ഐ വന്നു. എലമെന്റുകൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇവിടെ എത്ര ഐ ഉണ്ട്? രണ്ട് ഐ ഉണ്ട്. അവിടെ എഴുതുമ്പോ എത്ര ഐ മതി? കാരണം ഒരു എലമെന്റ് ഒരു എലമെന്റ് എത്ര പ്രാവശ്യം? ഒറ്റ പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ. പിന്നെ ബി എഴുതണം. എന്താ എഴുതാണ്ടത്? അവിടെ എഴുതിയോളൂ പ്രാവശ്യം അല്ലേ? പിന്നെ എ വന്നിട്ടില്ല അല്ലെ? അപ്പൊ എ അവിടെ എഴുതി. പിന്നെ ആരാ? അപ്പൊ ഇതിന്റെ റോസ്റ്റർ ഫോം എഴുതിയ കണക്ട് ആവണേ, ഇതിലേക്കാണ് കണക്ട് ആവണേ. എതിർപ്പില്ലല്ലോ. മൊത്തം ചോദ്യം എഴുതിയിട്ട് ഞാൻ എല്ലാം എഴുതിക്കാൻ നിൽക്കണില്ല. നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്താൽ മതി? ഉത്തരം കണക്കിൽ എഴുതിയാൽ മതി. എല്ലാം കഴിഞ്ഞു. അത് സെറ്റായി. ഇനി അടുത്ത ആളെ കണ്ടുപിടിച്ച് സീറോ മാത്രം. ഏതാ? എക്സ് ഈസ് എ പോസിറ്റീവ് ഇന്റീജർ. അപ്പൊ സീറോന്റെ ആണോ? വേറെ പറയില്ല. അപ്പൊ സീറോന്റെ ആണോ? അല്ല. അപ്പൊ ഇത് ഏതായി? ക്യാൻസൽ ആയി. അപ്പൊ ഇതല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. എക്സ് ഈസ് എൻ ഇന്റീജർ. അവിടെ ഉള്ളത് ആരാ? സീറോ. സീറോ ഈസ് എ ഇന്റീജർ. കണ്ടീഷൻ എക്സ് സ്ക്വയർ മൈനസ് 9 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? എത്ര കിട്ടണം? എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടുകയാണെങ്കിൽ അവിടെയുള്ള എക്സിന്റെ വാല്യൂ എത്രയാ? നമുക്ക് നോക്കാം. 0 സ്ക്വയർ മൈനസ് 9. 0 സ്ക്വയർ എത്രയാ? 0. മൈനസ് 9 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? -9. അത് 0 ആണോ? അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? മനസ്സിലാവുന്ന? അപ്പോ അത് പറ്റുമോ? പറ്റില്ല. ഇനി ഇത് പറ്റുമോ? ഇത് പറ്റുമോ? ഇത് വേറെ സാധനമാണ് അല്ലേ? ഇനി ഇതല്ലേ ഉള്ളൂ. അപ്പൊ ഇതന്നെ ഉത്തരം. പക്ഷെ അതെങ്ങനെയാ കൂടെ നോക്ക്. എക്സ് ഈസ് എ അവിടെയുള്ള ആൾ ഇന്റീജർ ആണോ? 0 ആണോ? അതെ. പക്ഷെ ഒരു കണ്ടീഷൻ എന്താ? എക്സ് പ്ലസ് 1 ചെയ്ത് എത്ര കിട്ടണം നോക്കാം. 0 പ്ലസ് 1 ചെയ്ത് എത്ര കിട്ടുക? 1 കിട്ടുക. അപ്പൊ ഈ സാധനം കൂടെ കണക്ട് ആവണേ ഇതിലേക്ക്. ആണോടാ മക്കളെ? ശരിയല്ലേ? ഇതെന്തൊരു സാധനം? 1 2 3 6 9 8. എക്സ് ഈസ് എ പോസിറ്റീവ് ഇന്റീജർ. എന്തായാലും ഇത് വരുന്നില്ലോ. കാരണം ഇതിൽ എന്തുണ്ട്? എക്സ് ഈസ് എ മൈനസ് ഉണ്ട് അല്ലേ? ആണോ? നോക്കാം. എക്സ് ഈസ് എ പോസിറ്റീവ് ഇന്റീജർ ആൻഡ് ആൻഡ് ഡിവൈസ് ഓഫ് 18. നോക്കാം. ഇവിടെ ആരുണ്ട്? ഒന്ന് പറയടാ. ഇവിടെ ആരുണ്ട്? 1 ഉണ്ട്. 1 പോസിറ്റീവ് ഇന്റീജർ ആണോ? ആണോ? അല്ലേ? അതെ. 18/1 എത്രയാ? 4 പോവില്ലേ? 18 ഒരു ഡിവൈസർ ആണ്. അപ്പൊ എത്ര? 1. അടുത്ത ആളാരാ? പോസിറ്റീവ് ഇന്റീജർ ആണോ? 18ന്റെ ഡിവൈസർ ആണോ? അതെ. 3 അല്ലേ? 18/2 എത്രയാ? 9. വെരി ഗുഡ്. 3 പോസിറ്റീവ് ഇന്റീജർ ആണോ? ആണോ? 18ന്റെ ഡിവൈസർ ആണോ? 18/3 എത്രയാ? 6. 6 പോസിറ്റീവ് ഇന്റീജർ ആണോ? 18ന്റെ ഡിവൈസർ ആണോ? 18/6 എത്രയാ? 3. 9 അല്ലേ? 18/9 18 അല്ലേ? 18/18 അല്ലേ? അത് എഴുതിക്കൂടെ? അപ്പൊ ഈ സാധനം ഇവിടെ നിന്ന് നേരെ കുറ്റി കുറച്ചിട്ട് അങ്ങോട്ട് വരയ്ക്കണം അല്ലേ? ആണോടാ മക്കളെ?
ഇതെങ്ങനാ പഠിക്കുന്നപ്പോ ഇനിയിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ. കണ്ടീഷൻ നോക്കി നോക്കാം. എക്സ് ഈസ് എൻ ഇന്റീജർ. 3 മൈനസ് 3 എന്താണ് ഇന്റീജർ ആണ്. ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 9 ചെയ്ത് എത്ര കിട്ടണം? 0 കിട്ടണം. ആദ്യം 3 ഇട്ട് കൊടുക്കാം. അപ്പൊ 3 സ്ക്വയർ മൈനസ് 9 എത്രയാ? 0. മൈനസ് 3 സ്ക്വയർ. അവിടെ മാഷ് മൈനസ് 3 സ്ക്വയർ ഇട്ടപ്പോ എന്ത് കിട്ടും? ബ്രാക്കറ്റ് ഇട്ടൊക്കെ ശ്രദ്ധിക്കണം. ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ. തമാശക്കല്ല പറയണത്. കുറച്ച് തെറ്റിക്കുന്ന ഉറപ്പാ. വീട്ടിലൂടെ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ എത്ര വരിക? മൈനസ് 3 സ്ക്വയർ എത്രയാ? പ്ലസ് 9 മൈനസ് 9 എത്രയാ? കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ? അപ്പൊ അതങ്ങോട്ടല്ലേ വരിക. അപ്പൊ ഇതാണ് ചോദ്യത്തിന്റെ സെറ്റപ്പ്. ഇതാണ് ഉത്തരം. നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ആദ്യം എഴുതുക, നേരിട്ടായിട്ട് ഉത്തരം ഇപ്പുറത്ത് എഴുതിക്കോ, ഇത് എഴുതുക. അപ്പൊ നിങ്ങളുടെ റോസ്റ്റർ ഫോം കണ്ടിട്ട് അതിന്റെ എന്ത് എഴുതുന്ന പോലെ സെറ്റ് ബിൽഡർ എഴുതുന്ന പോലെ. പ്രശ്നമില്ലല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ അത് സെറ്റ് ചെയ്തപ്പോ ആദ്യത്തെ 5 എക്സാമ്പിൾ കഴിഞ്ഞ് ഇനി എക്സസൈസ് ആണ് ഉള്ളത്. സമയം എന്തായി? 5:45 വരെയാണ് പറഞ്ഞത്. ഇപ്പൊ കഴിയും അല്ലേ? നാളെ വരുമ്പോ ഈ ചെയ്ത ഏത് കണക്കുകൾ? 5 കണക്കുകൾ. ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു പേപ്പറിൽ എന്ത് ചെയ്യുക? എഴുതിക്കൊണ്ട് പക്ഷെ ചെക്ക് ചെയ്യും കേട്ടോ. കുഴപ്പമില്ലല്ലോ. പേപ്പറിലോ അല്ലെങ്കിൽ അതിന് വേണ്ടി വേണമെങ്കിൽ ഒരു നോട്ട് ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വയ്ക്കണം. മാത്സ് എഴുതി പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട്. വേറെ ഹോംവർക്ക് ഒന്നും ഇല്ല. ഇവിടെ ചെയ്യുന്ന കണക്കുകൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ചെയ്ത് പഠിച്ചിട്ട് വരണം. നാളെ മാത്സ് തന്നെ കേട്ടോ. ഇത് എഴുതി അവസാനിപ്പിക്കും. സമയം ഉണ്ടെങ്കിൽ അവരോട് ചെയ്യാം. belongs to പഠിപ്പിക്കുന്നതിന് സംശയമുണ്ടോ? ചോദിച്ചോളൂ. അപ്പുറത്തെ ആൾക്കാണോ? ചോദിച്ചോ. ഇതിന്റെ ചോദിച്ചോ. എത്ര ഡേറ്റ്? 20. ഈ മാസത്തെ ഫീസ് എല്ലാവരും അടയ്ക്കണം കേട്ടോ. ഫീസ് അപ്പൊ ഈ മാസം 250 rupees മതി. കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. മന്ത് ഫസ്റ്റ് ആണ് കേട്ടോ ഫീസ്. ക്ലിയർ അല്ല? മനസ്സിലായില്ല എല്ലാവർക്കും? മന്ത് ഫസ്റ്റ് ആണ് ഫീസ്. ഈ മാസം 250 പറയുന്നത് ഏത് മാസത്തെ ഫീസാണ്? ഈ മാസത്തെ ഫീസാണ്. ഈ ദിവസങ്ങളിൽ എടുക്കണം ക്ലാസിന്റെ ഫീസാണ്. അടുത്ത മാസം ജൂൺ അല്ലേ? 15-ാം തീയതി 8-ാം തീയതി ആകുമ്പോൾ അടയ്ക്കണം. അത് എത്ര ഫീസ്? എത്രയാ? 900 ആണ് ഫീസ് വരുന്നത്. എത്രയാണ്? 900. ഫീസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ചില ആൾക്കാരെ കുറെ ഫീസ് ഒക്കെ അറിയിക്കാന്ന് പറയും. ചില കുട്ടികളൊക്കെ എവിടെയെങ്കിലും പഠിക്കുമ്പോഴേ അവനൊക്കെ ഫീസ് ഒക്കെ അറിഞ്ഞിരിക്കുക. എത്ര കാശിന് വൈകിട്ട് പഠിക്കുന്നത് അതൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പൊ അത് 2 ദിവസത്തിനുള്ള എല്ലാവരും എന്ത് ചെയ്യുക? അടയ്ക്കാം. എത്ര റുപ്പീസ് അടച്ചാൽ മതി? 250 അടച്ചാൽ മതി. ആദ്യത്തെ 900 അടച്ചെന്നുള്ളൂ അല്ലേ? അപ്പൊ അത് 250 മാസത്തേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള 2 മാസം 900 എടുക്കാൻ പറ്റും. മഴ വരില്ല. കൊറോണ നിൽക്കില്ല. കൊറോണ നിൽക്കില്ല. അത്ര വലിയ മഴയാവുന്നില്ല. പെയ്ത് കഴിഞ്ഞാൽ വേഗം ഇറങ്ങാം. മഴ കടുത്ത പുള്ളിക്ക് വേണമെങ്കിൽ ഇറങ്ങാം.